Hello everyone, welcome to Computer Science. Today's topic, the OSI model. Subject Computer Networks ആണ്. Computer Networksലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് OSI model. OSI layers, OSI model എല്ലാം. നമ്മൾ ഇനി ഇങ്ങോട്ട് എത്രത്തോളം CN പഠിക്കുമ്പോഴും അതിനകത്ത് ആവശ്യം വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ OSI layers, OSI model എന്നുള്ളത്. അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം വാട്ട് ഇസ് ദിസ് OSI model, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതെല്ലാം. So OSI model ആദ്യം അതിന്റെ എക്സ്പാൻഷൻ നോക്കാം. ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷൻ മോഡൽ. അപ്പോൾ അതാണ് എക്സ്പാൻഷൻ ആൻഡ് ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷൻ. ഓക്കെ, സോ that is OSI model. So it's a set of protocols. അപ്പോൾ OSI എന്ന് പറയുന്നത് it's a set of protocols that allows any two different system to communicate regardless of their underlying architecture. It's a reference model. Okay. So OSI model എന്ന് പറയുന്നത് it's a reference model that describes how information from a software application in one computer moves through a physical medium to the software application in another computer. Okay. സോ നെറ്റ്വർക്കിലൂടെയുള്ള ഡാറ്റ ട്രാൻസ്ഫർ. അപ്പോൾ ആ ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പം നമ്മളൊരു മെയിൽ അയക്കുകയാണ്. ഇപ്പോൾ ഒരു ബേസിക് ആണ്, നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഇമെയിലിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തു, അതിൽ നിന്ന് ഒരു മെയിൽ അയക്കുന്നു. സോ ആ മെയിൽ ത്രൂ നെറ്റ്വർക്ക് ട്രാവൽ ചെയ്യുന്നു, വേറൊരാളുടെ സിസ്റ്റത്തിൽ എത്തുന്നു, സിസ്റ്റത്തിലെ ആ പെർട്ടിക്കുലർ മെയിൽ ആപ്ലിക്കേഷനിൽ ഇൻബോക്സിൽ വരുന്നു. സോ ഇങ്ങനെ ഒരു ഡാറ്റ ട്രാൻസ്ഫർ. അപ്പം അതിൻ്റെ പിന്നിൽ വരുന്ന കാര്യങ്ങളെല്ലാതാണ്, ഏതൊക്കെ പ്രോട്ടോകോൾസ് ഉണ്ട്, എന്തൊക്കെ റൂൾസ് ആണ് അവർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ട്രാൻസ്ഫർ നടക്കുന്നത്, ഈ കാര്യങ്ങളെ എല്ലാത്തിൻ്റെയും ഉള്ള ഒരു റെഫറൻസ് മോഡലാണ്, ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു റെഫറൻസ് മോഡലാണ് OSI മോഡൽ. ഓക്കെ, സോ ഞാൻ ആ പറഞ്ഞത് വെച്ചിട്ട് ഈ ലൈൻ ഒന്ന് വായിച്ചു നോക്കാം. ഇറ്റ്സ് എ റെഫറൻസ് മോഡൽ ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ഇൻഫർമേഷൻ ഫ്രം എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ മെയിൽ ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കാം. ഇൻ വൺ കമ്പ്യൂട്ടർ മൂവ്സ് ത്രൂ എ ഫിസിക്കൽ മീഡിയം ടു ദ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇൻ അനദർ കമ്പ്യൂട്ടർ. ഓക്കെ, so it's actually OSI model എന്ന് പറയുന്നത് it's not a protocol, it's a model for understanding and designing a network architecture that is flexible, robust and interoperable. Okay, so ഈ OSI മോഡലിൽ 7 layers ഉണ്ട്. ഓക്കെ, ഓരോ ലെയറിലും ഓരോ പെർട്ടിക്കുലർ ഓപ്പറേഷൻസും ഓരോ പെർട്ടിക്കുലർ പ്രോട്ടോകോൾസ് ഒക്കെ ആണെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഡിസ്ക്രൈബ്സ് 7 layers that computer system use to communicate over a network. It was the first standard model of network communication adopted by all major computer and telecommunication companies in early 1890s. Okay, sorry, 1980s. അപ്പോൾ 1980s യൂസ് ചെയ്ത് വന്നിരുന്ന മെത്തേഡാണ്. പക്ഷെ ഇപ്പോൾ ഈ മെത്തേഡ് അല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ. The modern internet is not based on OSI but on a simpler TCP/IP. അപ്പോൾ ഒരു 7 layers ഉള്ള OSI മോഡൽ ആയിരുന്നു ആദ്യം യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു 5 layers ഒക്കെ ഉള്ള കുറച്ചുകൂടി സിംപ്ലിഫൈഡ് വേർഷനായ TCP/IP പ്രോട്ടോകോളിനെ ബേസ് അല്ലെങ്കിൽ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് മോഡേൺ ഇന്റർനെറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്നത്. പക്ഷേ ഈ OSI മോഡൽ സ്റ്റിൽ വി ആർ യൂസിങ്. So it's widely used as it helps visualize and communicate how network operate and helps isolate and troubleshoot networking problems. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നെറ്റ്വർക്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ OSI മോഡൽ നമ്മൾ ഇപ്പോഴും പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1983 ബൈ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ മേജർ കമ്പ്യൂട്ടർ ആൻഡ് ടെലികോം കമ്പനി ആൻഡ് വാസ് അഡോപ്റ്റഡ് ബൈ ISO ആസ് ആൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇൻ 1984. അപ്പോൾ 1983 വന്നു, 1984 ആയപ്പോഴേക്കും ISO അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആക്കി അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് OSI മോഡലിന്റെ ബേസിക് പറയാനുള്ളത്. ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ ആണ്. അപ്പോൾ അത് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഇൻഫർമേഷൻ ഫ്രം എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇൻ വൺ കമ്പ്യൂട്ടർ മൂവ്സ് ത്രൂ എ ഫിസിക്കൽ മീഡിയം ടു ദ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇൻ അതർ കമ്പ്യൂട്ടർ. ഇത് പ്രോട്ടോകോൾ അല്ല, പക്ഷെ ഇറ്റ്സ് എ മോഡൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡിസൈനിങ് ദ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ. ഇനി നമുക്ക് ഈ ലേയേഴ്സിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇതാണ് ലെയേഴ്സ്. താഴേന്ന് തുടങ്ങി കഴിഞ്ഞാൽ 1 2 3 4 അങ്ങനെ 7 വരെ നമ്പർ ചെയ്തിട്ടുള്ള ലെയർ ഉണ്ട്. ഈ ഓരോ ലെയേഴ്സും നമ്മൾ പഠിക്കണം കേട്ടോ, അതിന്റെ പേര്, ആ ലെയറിന്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെയാണ്. ഇവിടെയുള്ളത് ഒരു സമ്മറി ആണ്, ബേസിക് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നാണ്. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, സോ ഫിസിക്കൽ ലെയറിൽ വരുന്നത് നമ്മുടെ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത്
bit stream over the physical medium. The transmission of raw bit, നമ്മുടെ zeros and ones bit streamന്റെ ട്രാൻസ്മിഷൻ ആണ് ഫിസിക്കൽ ലെയർ ഡീൽ ചെയ്യുന്നത്. ഡാറ്റ ലിങ്ക് ലെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡാറ്റ ഫ്രെയിംസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഡാറ്റ ലിങ്ക് ലെയറിൽ വരുന്നത്. ഒരു ഫോമാറ്റ് ഡിഫൈൻ ചെയ്യാണ്. നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്കുള്ള ഡാറ്റ ട്രാൻസ്ഫർ. അപ്പൊ ആ നെറ്റ്വർക്കിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഫിസിക്കൽ പാത്ത്, ഇറ്റ് ഡിഫൈൻസ് ദ ഫിസിക്കൽ പാത്ത് ദ ഡാറ്റ വിൽ ടേക്ക്. ഇപ്പൊ ഏത് പാത്തിലൂടെയാണ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നതാണ് നെറ്റ്വർക്ക് ലെയർ. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ആ കമ്പ്യൂട്ടറിലെ ഏത് പ്രോസസ്സിൽ നിന്ന് അടുത്ത പ്രോസസ്സിലേക്ക് ഡെലിവറി ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ട് ലെയർ. ഇവിടെ നമ്മൾ TCP, UDP ഇങ്ങനെയുള്ള ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലാണ്. ട്രാൻസ്പോർട്ട് ലെയറിനെയാണ് നമ്മൾ ഹാർട്ട് ഓഫ് OSI മോഡൽ എന്ന് പറയാം കേട്ടോ. OSI മോഡലിന്റെ ഹാർട്ടാണ്, മെയിൻ പാർട്ടാണ് ട്രാൻസ്പോർട്ട് ലെയർ. ഇനി അടുത്തത് ഇപ്പൊ നോക്കിയത് മിഡിലാന്ന് മനസ്സിലാവും അല്ലെ. ഇതിന്റെ മുകളിലേക്ക് 3 ലെയർ, ഇതിന്റെ താഴേക്കുള്ള 3 ലെയർ ഉണ്ട്. അപ്പൊ മുകളിലേക്കുള്ള 3 ലെയർ കൂടുതലും യൂസറിനോട് അടുത്ത് നിൽക്കുന്ന ലെയേഴ്സ് ആണ്. താഴേക്കുള്ള 3 ലെയറും കൂടുതലും ഹാർഡ്വെയറിനോട് അടുത്ത് നിൽക്കുന്ന ലെയേഴ്സ് ആണ്. സോ സെഷൻ ലെയർ എന്ന് പറയുന്നത് സെഷൻസ് ക്രിയേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ടാണ്, അതായത് ഇന്ററാക്റ്റീവ് സെഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് സെഷൻ ലെയർ. പ്രസന്റേഷൻ ലെയർ നമ്മളുടെ ഡാറ്റയുടെ എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, പ്രസന്റബിൾ ഫോർമാറ്റ് ആക്കുക, അതിനൊക്കെ വേണ്ടി. അപ്ലിക്കേഷൻ ലെയർ ആണ് നമുക്ക് ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇന്ററാക്ഷൻ ലെയർ വരുന്നത്. അതായത് ഓരോ അപ്ലിക്കേഷൻസിനൊക്കെ നെറ്റ്വർക്ക് സർവീസസ് ആക്സസ് ചെയ്യുന്നതൊക്കെ ഈ ലെയറിലാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പോയാലൊന്നും എളുപ്പം മനസ്സിലാവുന്നില്ല, അത് വെറും ഒരു സമ്മറി മാത്രമാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഈ 7 ലെയേഴ്സ് ഓർത്ത് വെക്കാൻ ഒരു ടെക്നിക് ഉണ്ട് കേട്ടോ. പ്ലീസ് ഡു നോട്ട് ത്രോ സോസേജ് പിസ്സ എവേ. അപ്പോ ഇത് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് സാറ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്ന, ബിടെക്കിന് പഠിക്കുമ്പോൾ അന്ന് സാറ് പറഞ്ഞു തന്നിട്ടുള്ള കോഡാണിത്. ഇതല്ലാതെ പലർക്കും പല കോഡുകളും കോളേജിലും ഇവിടെയൊക്കെ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു കോഡ് വെച്ച് പഠിക്കുക. ഇതാണ് പഠിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇത് മാത്രമേ വരത്തുള്ളൂ. സോ പ്ലീസ് ഡു നോട്ട് ത്രോ സോസേജ് പിസ്സ എവേ. അപ്പൊ ഈ ഓരോ ലെറ്ററും ഉണ്ടല്ലോ, ഇത് ഓരോന്നും ഓരോ ലെയർ ആണ്. അപ്പൊ ഫിസിക്കൽ ലെയർ, ഇത് ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ദെൻ സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, അപ്ലിക്കേഷൻ ലെയർ. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഓർത്ത് വെക്കാറ് കേട്ടോ. So physical layer, data link layer, network layer, transport layer, session layer, presentation layer, application layer. ഈ 7 layers ഓർത്ത് വെക്കാനുള്ള ഒരു കോഡാണിത്. So the 7 layers can be thought of as belonging to 3 subgroups. ഈ 7 layers-ന് നമുക്കൊരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 3 പാർട്ടാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വെക്കാം. അപ്പൊ അതിൽ ഏറ്റവും താഴെയുള്ള 3 ലെയർ, അതായത് ഫിസിക്കൽ, ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്കും, ഈ 3 ലെയറും നെറ്റ്വർക്ക് സപ്പോർട്ട് ലെയേഴ്സ് ആണ്. അതായത് കുറച്ചും കൂടിയും ഫിസിക്കൽ കാര്യങ്ങളൊക്കെയാണ്, ആസ്പെക്ട്സ് ഒക്കെയാണ് ഡീൽ ചെയ്യുന്നത്. നെറ്റ്വർക്ക് സപ്പോർട്ട് ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ഡീൽ വിത്ത് ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് മൂവിംഗ് ഡാറ്റ ഫ്രം വൺ ഡിവൈസ് ടു അനദർ. അതായത് അതിലെ ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷൻസോ, ഫിസിക്കൽ കണക്ഷൻസോ, ഫിസിക്കൽ അഡ്രസ്സിംഗ്, ട്രാൻസ്പോർട്ട്, ടൈമിംഗ്, റിലയബിലിറ്റി, അങ്ങനെ കൂടുതലും മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള, നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ലെയേഴ്സ് ആണ് 1ഉം 2ഉം 3ഉം. ഇനി മുകളിലുള്ള ലെയേഴ്സ് 5, 6, 7 സെഷനും പ്രസന്റേഷനും അപ്ലിക്കേഷനും അവര് യൂസർ സപ്പോർട്ട് ലെയേഴ്സ് ആണ്. അതാണ് ദേ അലോ ദ ഇന്റർഓപ്പറബിലിറ്റി എമംഗ് അൺറിലേറ്റഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം. നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസും അപ്ലിക്കേഷൻസും അപ്പൊ അവരെയൊക്കെ ഡീൽ ചെയ്യാൻ, അവരെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, ഇന്റർഓപ്പറബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ലെയേഴ്സ് ആണ് യൂസർ സപ്പോർട്ട് ലെയേഴ്സ് ആണ് മുകളിലുള്ള 3 പ്രസന്റേഷൻ, അപ്ലിക്കേഷൻ, സെഷൻ എന്നുള്ള 3 ലെയർ. ഇനി ഇവർ രണ്ടുപേരും നടുക്കിലുള്ള ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ. അതാണ് ഞാൻ പറഞ്ഞത് ഹാർട്ട് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം, OSI മോഡൽ എന്ന് പറഞ്ഞു. സോ ഇറ്റ് ലിങ്ക്സ് ദ 2 subgroups and ensure that what the lower layers have transmitted is in a form that the upper layers can use. അപ്പൊ ലോവർ ലെയേഴ്സ് എന്നുള്ള ട്രാൻസ്മിറ്റ് ചെയ്ത ഡാറ്റ അപ്പർ ലെയേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോം ആക്കി മാറ്റി കൺവേർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്മിഷൻ നടത്തുന്ന, ലിങ്ക് ചെയ്യുന്ന ആളാണ് ട്രാൻസ്പോർട്ട് ലെയർ. അപ്പൊ ഇത്രയാണ് ബേസിക് കേട്ടോ. നമ്മളിപ്പോ 7 ലെയേഴ്സ് പഠിച്ചു. അപ്പൊ അതിൽ താഴത്തെ 3 ലെയർ നെറ്റ്വർക്ക് സപ്പോർട്ട് ലെയേഴ്സ് ആണെന്ന് പഠിച്ചു, മുകളിലത്തെ 3 ലെയർ യൂസർ സപ്പോർട്ട് ലെയേഴ്സ് ആണെന്ന് പഠിച്ചു, നടുവിലുള്ള ട്രാൻസ്പോർട്ട് ലെയർ ആണ് ഹാർട്ട് ഓഫ് OSI മോഡൽ എന്ന് പറഞ്ഞു. അപ്പൊ അവരാണ് ഈ 2 സൈഡിനെയും ലിങ്ക് ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള്. ഇനി നമുക്ക് ഓരോ ലെയറും എടുത്ത് ആ ലെയറിന്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നോക്കാം.
So the upper OSI layers are almost ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത്, അപ്പർ ലെയേഴ്സ് എല്ലാം മോസ്റ്റ്ലി നമ്മൾ സോഫ്റ്റ്വെയറിൽ ബിൽഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, സോഫ്റ്റ്വെയർ സൈഡ് ആണ്. ലോവർ ലെയേഴ്സ് പക്ഷേ നമ്മുടെ ഹാർഡ്വെയർ സൈഡ് ആണ് വരിക, ഹാർഡ്വെയറോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ മിക്സിംഗ് ഒക്കെ വരുന്നത് ലോവർ ലെയേഴ്സ് ആയിരിക്കും, അതായത് എക്സെപ്റ്റ് ഫോർ ദ ഫിസിക്കൽ ലെയർ വിച്ച് ഇസ് മോസ്റ്റ്ലി ഹാർഡ്വെയർ. ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത് ഹാർഡ്വെയർ തന്നെയാണ്. അതിന്റെ മുകളിലേക്ക് വരുന്ന ഡാറ്റ ലിങ്ക് ലെയറും നെറ്റ്വർക്ക് ലെയറും ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെയും കോമ്പിനേഷൻസ് ആണ്. പിന്നെ അങ്ങോട്ട് മുകളിലുള്ള ലെയേഴ്സ് എല്ലാം ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് സോഫ്റ്റ്വെയറിൽ തന്നെയാണ്. ഓക്കെ, ഇനി ഫിസിക്കൽ ലെയർ. സോ നമുക്ക് ഫിസിക്കൽ ലെയറിൽ തുടങ്ങാം. So physical layer coordinates the functions required to carry a bit stream over a physical medium. സോ ഫിസിക്കൽ ലെയർ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് ഫിസിക്കൽ മീഡിയം ഹാർഡ്വെയർ ആണ് കൂടുതൽ ഇംപ്ലിമെന്റേഷൻ വരിക. അപ്പോൾ ഒരു ബിറ്റ് സ്ട്രീം സീക്വൻസ്, അതായത് മെഷീനിലെ സ്റ്റോറേജ് വരുന്നത് നമുക്കറിയാലോ ബൈനറി ആയിട്ടാണ്, സീക്വൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ആണെന്ന്. സോ അതിനെ ഡീൽ ചെയ്യുന്നവരാണ് ഫിസിക്കൽ ലെയറിൽ വരുന്നത്. ആ ഒരു ഡീലിംഗ് ആണ്, ഐ മീൻ ടു ക്യാരി എ ബിറ്റ് സ്ട്രീം ഓവർ എ ഫിസിക്കൽ മീഡിയം എന്നുള്ളതാണ് ഫിസിക്കൽ ലെയറിന്റെ ഫംഗ്ഷൻ. So it deals with the mechanical and electrical specification of the interface and transmission medium. It defines the connector, അത് ഏത് കണക്ടർ ആണ്, ഇങ്ങനത്തെ കേബിൾ വയർഡ് ആണോ വയർലെസ് ആണോ, ഏതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയം, ഏത് കേബിൾ ആണ് യൂസ് ചെയ്യുന്നത്, ഏത് ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത്, ആൻഡ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് റോ ഡാറ്റ ട്രാൻസ്മിഷൻ, സീറോസ് ആൻഡ് വൺസിന്റെ സീരീസിന്റെ ട്രാൻസ്മിഷൻ, ആ ബിറ്റ് റേറ്റ് കൺട്രോൾ ചെയ്യുക. ഇങ്ങനത്തെ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാതുമാണ് ഫിസിക്കൽ ലെയർ ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഡിഫൈൻസ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ദാറ്റ് ഫിസിക്കൽ ഡിവൈസസ് ആൻഡ് ഇന്റർഫേസ് ഹാവ് ടു പെർഫോം ട്രാൻസ്മിഷൻ ടു ഒക്കർ. സോ ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഫിസിക്കൽ ലെയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ മൂവ്മെന്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ ബിറ്റ്സ് ഫ്രം വൺ ഹോപ്പ് ടു ദ നെക്സ്റ്റ്. ഓക്കെ, വൺ അതായത് ഹോപ്പ് എന്ന് പറയുന്നത് നോഡ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മുടെ സിസ്റ്റം. സോ അതിൽ നിന്നുള്ള ഇൻഡിവിജ്വൽ ബിറ്റ്സിന് അതല്ലെങ്കിൽ സീരീസ് ഓഫ് സീക്വൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസിന്റെ ട്രാൻസ്മിഷനെയാണ്, മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് ഫിസിക്കൽ ലെയർ. സോ ഇതാണ് ഒരു പിക്ചർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഡാറ്റ ലിങ്ക് ലെയറിൽ നിന്നാണ് ഡാറ്റ ഫിസിക്കൽ ലെയറിലേക്ക് കിട്ടുന്നത്. സോ കിട്ടുന്ന ഡാറ്റേനെ ഫുള്ള് സീറോസ് ആൻഡ് വൺസ് ആണ് നമ്മുടെ സ്റ്റോറേജ് വരുന്നത്, ഹാർഡ്വെയർ സ്റ്റോറേജ് വരുന്നത് ബൈനറി സീക്വൻസ് ആയതുകൊണ്ട് അതിന്റെ ട്രാൻസ്മിഷൻ ആണ്. ആ സീക്വൻസ് ആൻഡ് സീറോസ് ആൻഡ് വൺസിനെ ട്രാൻസ്മിഷൻ മീഡിയത്തിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡ്യൂട്ടി. അതുപോലെ തന്നെ തിരിച്ചും ഇപ്പോ ഫിസിക്കൽ ലെയറിൽ കിട്ടുന്ന സീക്വൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസിനെ അതിന് മുകളിലുള്ള ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് കൊടുക്കണമല്ലോ. സോ ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് കൊടുക്കുന്നതും ഫിസിക്കൽ ലെയറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ടു ആൻഡ് ഫ്രം ഡാറ്റ ലിങ്ക് ലെയറിന് ഡാറ്റാസ് എടുക്കുന്നതും ഡാറ്റാസ് കൊടുക്കുന്നതും ഫിസിക്കൽ ലെയർ ആണ്. സീറോസ് ആൻഡ് വൺസ് ആയിട്ടാണ് ഡാറ്റാസിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. സോ അതിനായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസസ്, നമ്മളുടെ ബ്രിഡ്ജ് ആയിക്കോട്ടെ, നമ്മളുടെ സ്വിച്ച് അല്ലെങ്കിൽ ഹബ്ബ്, അങ്ങനത്തെ ഡിവൈസസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഫിസിക്കൽ കണക്ഷൻ ഇന്ററാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ്, ഹബ്ബ് എന്നുള്ള ഡിവൈസസ് ഒക്കെ. അപ്പൊ അവരുടെ ഫംഗ്ഷൻസും പ്രൊസീജിയേഴ്സ് പറയുന്നതും അവരെ ഡിഫൈൻ ചെയ്യുന്നതും അവരുടെ ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷൻസ് പറയുന്നതൊക്കെയും അവരെല്ലാവരും വരുന്നത് ഈ ഫിസിക്കൽ ലെയറിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ കൂടുതലും ഹാർഡ്വെയർ ആണ് ഫിസിക്കൽ ലെയറിൽ വരുന്നത്, ബിറ്റ്സിന്റെ ട്രാൻസ്മിഷൻ ആണ് അവരുടെ ഡ്യൂട്ടി. ക്ലിയർ ആയല്ലോ? ഇനി കുറച്ച് കൂടിയും ഫംഗ്ഷൻസ് നോക്കാം ഫിസിക്കൽ ലെയറിന്റെ. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റർഫേസസ് ആൻഡ് മീഡിയം. So the physical layer defines the characteristics of interfaces between the devices and the transmission medium. It also defines the type of transmission medium. Transmission medium അത് wired ആണോ wireless ആണോ, wired ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, അതിന്റെ ടൈപ്പ്, ഡിവൈസസിലുള്ള ഇന്റർഫേസ്, ഇവരുടെ എല്ലാവരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് ഫിസിക്കൽ ലെയർ ആണ്. അതുപോലെ അടുത്ത ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സീറോസ്, റെപ്രസെന്റേഷൻ ഓഫ് ബിറ്റ്സ്. ഫിസിക്കൽ ലെയർ ഡാറ്റ കൺസിസ്റ്റ് ഓഫ് എ സ്ട്രീം ഓഫ് ബിറ്റ്സ് വിത്ത് നോ ഇന്റർപ്രിട്ടേഷൻ. ടു ബി ട്രാൻസ്മിറ്റഡ്, ബിറ്റ് മസ്റ്റ് ബി എൻകോഡഡ് ഇൻ ടു സിഗ്നൽ. The physical layer defines the type of encoding. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ അനുസരിച്ച്, അതായത് യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ മീഡിയം അനുസരിച്ച്, ഇപ്പൊ ഒപ്റ്റിക്കൽ ഫൈബർ ഒപ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സിഗ്നൽസ് ഒപ്റ്റിക്കൽ സിഗ്നൽ ആയിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരിക. അതെല്ലാം ഇപ്പൊ കേബിൾസ് ആണ്, നോർമലി ഉള്ള കേബിൾസ് ആണ്, ട്വിസ്റ്റഡ് പെയറോ കോയാക്സിയലോ കേബിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പൊ ഈ സീക്വൻസ് ഓഫ് സീറോസ് ആൻഡ് ബിറ്റിനെ എൻകോഡ് ചെയ്ത് ഈ പെർട്ടിക്കുലർ സിഗ്നൽസ് ആക്കി മാറ്റുന്നതും അതിന്റെ ട്രാൻസ്മിഷനും എല്ലാം ചെയ്യുന്നത് ഫിസിക്കൽ ലെയർ ആണ്. ഇനി ഡാറ്റ റേറ്റ്.
ഡാറ്റ റേറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ റേറ്റ്, അതായത് ഓരോ ബിറ്റ് ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത്, അത് നമ്മളുടെ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ചും ട്രാൻസ്മിഷൻ മീഡിയത്തിന്റെ സ്പീഡ് അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന്റെ റേറ്റ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് ഫിസിക്കൽ ലെയർ ആണ്. ഇനി സിങ്ക്രണൈസേഷൻ, അതായത് സെൻഡറും റിസീവറും ഏതാണ്ട് ഒരേ ബിറ്റ് റേറ്റ് ഉണ്ടായാൽ മാത്രമാണ് ഒരുപോലെ നമുക്ക്, അതായത് സെൻഡറിൽ നിന്ന് ഡാറ്റാസ് സെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് റിസീവറിന് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അത് അതിനെ സിങ്ക്രണൈസ് ചെയ്യിക്കുന്നതും ഫിസിക്കൽ ലെയറിന്റെ ഡ്യൂട്ടിയാണ്. സെൻഡർ ആൻഡ് റിസീവർ നോട്ട് ഓൺലി മസ്റ്റ് യൂസ് ദ സെയിം ബിറ്റ് റേറ്റ് ബട്ട് ഓൾസോ മസ്റ്റ് ബി സിങ്ക്രണൈസ്ഡ് അറ്റ് ദ ബിറ്റ് ലെവൽ. സോ സെൻഡർ ആൻഡ് റിസീവർ ക്ലോക്സ് മസ്റ്റ് ബി, അതായത് ഒരേ ക്ലോക്ക് സൈക്കിളിൽ ഇതേ ക്ലോക്ക് പൾസിൽ ആയിരിക്കണം സെൻഡിങ്ങും റിസീവിംഗും നടക്കുന്നത്. സോ അത് സിങ്ക്രണൈസ് ചെയ്യിക്കണം. അപ്പൊ സിങ്ക്രണൈസേഷൻ ചെയ്യണതും ഫിസിക്കൽ ലെയറിൽ വരുന്ന കാര്യങ്ങളാണ്. ലൈൻ കോൺഫിഗറേഷൻ, സോ ദ കണക്ഷൻ ഓഫ് ഡിവൈസസ് ടു ദ മീഡിയ, എങ്ങനെയാണ് ഡിവൈസസ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. കണക്ഷൻ ക്യാൻ ബി പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആവാം, മൾട്ടി പോയിന്റ്, നമ്മൾ നെറ്റ്വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ പോയിന്റ് ടു പോയിന്റ് ഡെഡിക്കേറ്റഡ് കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്, മൾട്ടി പോയിന്റ് കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ. ഫിസിക്കൽ ടോപ്പോളജി, സോ ഏത് ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത് ആ ടോപ്പോളജി ഡിഫൈൻ ചെയ്യാം. ഹൗ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു മേക്ക് എ നെറ്റ്വർക്ക്. ദെൻ ട്രാൻസ്മിഷൻ മോഡ്, അതായത് സിംപ്ലെക്സ് മോഡ് ആവാം, ഹാഫ് ഡ്യൂപ്ലെക്സ് ആവാം, ഫുൾ ഡ്യൂപ്ലെക്സ് ആവാം, ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റർഫേസ്, ഏതൊക്കെ ഇന്റർഫേസ് ആണ്, ദെൻ ഏത് മീഡിയം ആണ്, ദെൻ റെപ്രസെന്റേഷൻ ഓഫ് സീറോസ് ആൻഡ് വൺസ് റെപ്രസെന്റ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ ആണോ ഒപ്റ്റിക്കൽ ആണോ എന്നുള്ള കാര്യങ്ങൾ. ഡാറ്റ റേറ്റ്, ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റ റേറ്റ് സെയിം ആയിരിക്കണം. ബിറ്റ്സ് രണ്ട് ഡിവൈസസിലും സിങ്ക്രണൈസ്ഡ് ആയിരിക്കണം. then ഏത് ടൈപ്പ് കണക്ഷൻ ആണ്, പോയിന്റ് ടു പോയിന്റ് ആണോ മൾട്ടി പോയിന്റ് ആണോ, ഫിസിക്കൽ ടോപ്പോളജി, ബസ്സോ ഹബ്ബോ ഏത് ടോപ്പോളജി ആണ് യൂസ് ചെയ്യുന്നത്, ട്രാൻസ്മിഷൻ മോഡ് സിംപ്ലെക്സ് ആണോ ഹാഫ് ഡ്യൂപ്ലെക്സ് ആണോ ഫുൾ ഡ്യൂപ്ലെക്സ് ആണോ, അപ്പൊ ഏത് ട്രാൻസ്മിഷൻ മോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് ഫിസിക്കൽ ലെയർ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഫിസിക്കൽ ലെയറിന്റെ ഫംഗ്ഷൻസ്. അപ്പൊ മേജർ പോയിന്റ്സ് ഒക്കെ നോക്കി വെക്കുക കേട്ടോ. ഇനിയിപ്പോ ഒരു ചെറിയൊരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫസ്റ്റ് സ്ലൈഡ് കാണിച്ചല്ലോ മേജർ പോയിന്റ്, അപ്പൊ ആ മേജർ പോയിന്റ്സും ആ ഒരു പിക്ചറും മാത്രം വെച്ച് അങ്ങനെ 7 ലെയേഴ്സിന്റെയും ഫസ്റ്റ് സ്ലൈഡ് മാത്രം വെച്ചിട്ട് ആ പിക്ചേഴ്സും വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കും. ചെറിയ മാർക്ക് എന്നല്ല, ഒരു 5 മാർക്ക് ആയി കഴിഞ്ഞാലും അത്ര തന്നെ ആവശ്യമുള്ളൂ. ഈ 7 ലെയറും പറഞ്ഞു വരുമ്പോൾ തന്നെ അത്യാവശ്യം കണ്ടന്റ് ആവും. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് രണ്ടാമതൊരു സ്ലൈഡും കൂടെ ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാ ലെയറിനും ഇതുപോലെയാണ്. ഫസ്റ്റ് സ്ലൈഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, സെക്കൻഡ് സ്ലൈഡിൽ അതിന്റെ അഡീഷണൽ ഫംഗ്ഷൻസ് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി ഡാറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ ഫിസിക്കലി ഉള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി അടുത്ത ലെയർ ആണ് ഡാറ്റ ലിങ്ക് ലെയർ. സോ ഡാറ്റ ലിങ്ക് ലെയർ ട്രാൻസ്ഫോംസ് ദ ഫിസിക്കൽ ലെയർ എ റോ ട്രാൻസ്മിഷൻ ഫെസിലിറ്റി ടു എ റിലയബിൾ ലിങ്ക്. It makes the physical layer appear error free to the upper layer. Okay, അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറയുമ്പോൾ ഫിസിക്കലിന്റെയും നെറ്റ്വർക്കിന്റെയും ഇടയിൽ നിൽക്കുന്ന ലെയർ ആണ്. സോ ഫിസിക്കൽ ലെയറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് നെറ്റ്വർക്ക് ലെയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ഡാറ്റ ലിങ്ക് ലെയർ ചെയ്യുക. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ ആ ഡാറ്റാസിന് ഫിസിക്കൽ ലെയറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് എന്തായാലും റോ ബിറ്റ്സും സ്ട്രീംസും ആയിരിക്കും. അപ്പൊ അത് മാറ്റി ഒരു നെറ്റ്വർക്ക് ലെയറിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോമിലാക്കി മാറ്റി എറർ ഫ്രീ ആയിട്ടുള്ള ഡാറ്റാസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ഡാറ്റ ലിങ്ക് ലെയർ ഹെൽപ്പ് ചെയ്യുക. It is responsible for moving ഫ്രെയിംസ്. അപ്പൊ ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കുക, ഫ്രെയിം എന്നുള്ളൊരു വേർഡ്. അതായത് ഫിസിക്കൽ ലെയറിൽ നമുക്ക് സ്ട്രീംസ് ഓഫ് സീക്വൻസ് ഓഫ് സീറോസും വൺസും ഒക്കെ ആയിരുന്നു. ദെൻ അതിനെ എല്ലാത്തിനെയും നമുക്ക് ഇപ്പൊ ഇങ്ങനെ ആലോചിക്കാം, അതിനെല്ലാത്തിനെയും പറക്കിയെടുത്ത് ഒരു പാക്കറ്റിലാക്കി വെക്കുകയാണ്. ഈ പാക്കറ്റാണ് കൊടുക്കണേന്ന് ആലോചിച്ചാൽ മതി. ആക്ച്വലി അത് തന്നെയാണ് നടക്കുന്നത്. അവരെ ഒരു ഫ്രെയിമിലാക്കുക ചെയ്യുന്നത്. ഡാറ്റ ഫ്രെയിം, ഡാറ്റ ലിങ്ക് ലെയർ ആണല്ലോ, സോ ഒരു ഡാറ്റ ഫ്രെയിമിലാക്കുകയാണ് ഡാറ്റാസിനെ ഫ്രം വൺ ഹോപ്പ് ടു ദ നെക്സ്റ്റ് ഹോപ്പ്. അപ്പൊ ഇവിടെ നമ്മൾ ഡാറ്റ ലിങ്ക് ലെയറിന് ഈ ഒരു വേർഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹോപ്പ് ടു ഹോപ്പ് ഡെലിവറി അല്ലെങ്കിൽ നോഡ് ടു നോഡ് ഡെലിവറി എന്ന് പറയും. അപ്പൊ ഏത് ലെയർ ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഫോർ ഹോപ്പ് ടു ഹോപ്പ് ഡെലിവറി ഓർ നോഡ് ടു നോഡ് ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡാറ്റ ലിങ്ക് ലെയർ. ഓക്കെ, സോ ഇതാണ് ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ എന്തുണ്ടായി, നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് ഒരു ഡാറ്റ കിട്ടിയെന്ന് വിചാരിക്കൂ. സോ നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ, അപ്പൊ ഈ ഡാറ്റേനെ ഇത്രയും പോർഷനാണ് ഡാറ്റ കേട്ടോ. അതിന്റെ ഡാറ്റ ലിങ്ക് ലെയർ ഒരു പാക്കറ്റ് ആക്കുകയാണ്, ഒരു ഫ്രെയിം ആക്കുകയാണ്. ആൻഡ് ആ ഫ്രെയിം ആക്കുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യും. നമ്മൾ അത്രയും ഡീപ്പായിട്ടൊന്നും നമ്മൾ പോയില്ല കേട്ടോ. അതായത് ഹെഡർ ഉണ്ടാവും, എല്ലാത്തിനും എല്ലാ പാക്കറ്റിനും ഒരു ഹെഡർ ആഡ് ചെയ്യും. അതുപോലെ ചിലപ്പോൾ ഒരു ടെയിലന്റ് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഹെഡറിൽ അഡ്രസ് ഉണ്ടായിരിക്കും, ഏത് റിസീവറിലാണ്, ആരാണ് അയച്ചത്, ആർക്കാണ് പോണത്, ദെൻ അതിന്റെ കാര്യങ്ങളൊക്കെയും. അതുപോലെ എറർ, അതായത് നമ്മളിപ്പോൾ ഡാറ്റാസ് സെൻഡ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും, അല്ലെങ്കിൽ ഡാറ്റ പാക്കറ്റ്സ് എവിടെയെങ്കിലും ലോസ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ
റിട്രീവ് ചെയ്യാനും അങ്ങനെയുള്ള റീസെന്റ് ചെയ്യാൻ പറയാനും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതിന്റെ ഇടയിൽ കേട്ടോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എറർ ചെക്കിംഗ് ബിറ്റ്, പാരിറ്റി ബിറ്റ്, കുറെ ചെറിയ ചെറിയ ഇന്റേണൽ ആയിട്ടുള്ള തന്നെ കാര്യങ്ങളുണ്ട്. സോ അതൊക്കെയാണ് ഈ എക്സ്ട്രാ കാണുന്ന പാക്കറ്റ് ഒക്കെ. അപ്പൊ ഇത് ഒറിജിനൽ ഡാറ്റ ഇത്രയാണ്, മോളിൽ നിന്ന് കിട്ടിയ ഡാറ്റ ഇതാണ്. ആ ഡാറ്റയുടെ കൂടെ ഒരു ഹെഡർ ഒക്കെ ആഡ് ചെയ്ത് അതിനൊരു ഫ്രെയിം ആക്കി എന്ന് മാത്രം മനസ്സിലാക്കുക. ഇപ്പൊ പിക്ചർ കണ്ടാൽ മനസ്സിലാകുമല്ലോ. ഈ ഫ്രെയിമിനെയാണ് ഫിസിക്കൽ ലെയറിലേക്ക് കൊടുക്കുക. ഫിസിക്കൽ ലെയർ എന്ത് ചെയ്യും? അതിനൊക്കെ മാറ്റി അതിന്റെ സീക്വൻസോ സീറോസും വൺസ് ഒക്കെ ആയിട്ട് അതിന്റെ ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ലെയറിൽ നിന്ന് ഡാറ്റാസ് നമ്മൾ കൊടുത്തു. അപ്പൊ ആ ഫ്രെയിം ഇവിടെ ഡാറ്റ ലിങ്ക് ലെയർ അതിനെ ഫ്രെയിം ആക്കി. ദെൻ അതിൽ നിന്ന് നെറ്റ്വർക്ക് ലെയറിലേക്ക് നെറ്റ്വർക്ക് ലെയറിന്റെ ഡാറ്റാസിനെ മാത്രം കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ, നെറ്റ്വർക്ക് ലെയറും ഫിസിക്കൽ ലെയറും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ, അതിന്റെ നടുക്കിലുള്ള ആളാണ് ഡാറ്റ ലിങ്ക് ലെയർ വരുന്നത്. സോ മേജർ ഫംഗ്ഷൻസ് നോക്കിക്കോളൂ. ആദ്യത്തെ ഫംഗ്ഷൻ ആണ് ഫ്രെയിമിംഗ്. സോ ഇറ്റ് ഡിവൈഡ്സ് ദ സ്ട്രീം ഓഫ് ബിറ്റ് റിസീവ്ഡ് ഫ്രം ദ നെറ്റ്വർക്ക് ലെയർ ഇൻ ടു മാനേജബിൾ ഡാറ്റ യൂണിറ്റ്സ് കോൾഡ് ഫ്രെയിം. നെറ്റ്വർക്ക് ലെയർ എന്ന് വരുന്നവരെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിംസ് ആക്കി മാറ്റുന്നത് ഇവരാണ്. അതുപോലെ ഫിസിക്കൽ അഡ്രസ്സിംഗ്. അപ്പോൾ നെറ്റ്വർക്കിൽ നമുക്കറിയാം, നെറ്റ്വർക്കിൽ ഒരു ഡിവൈസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ലോജിക്കൽ അഡ്രസ് ആണ് അല്ലെ. ഒരു നെറ്റ്വർക്കിൽ ഇപ്പൊ നമ്മളുടെ സിസ്റ്റത്തിനെ എല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നത് നമുക്ക് IP അഡ്രസ് വെച്ചിട്ടാണെന്നൊക്കെ അറിയാലോ. സോ ഒരു നെറ്റ്വർക്കിൽ ഒരു ഡിവൈസിനെ അഡ്രസ് ചെയ്യുന്നത് നമുക്ക് ലോജിക്കൽ അഡ്രസ്സിംഗ് വെച്ചിട്ടായിരിക്കും. പക്ഷെ ഫിസിക്കൽ ഒരു സിസ്റ്റത്തിന് വേറൊരു അഡ്രസ്, നമുക്ക് ഫിസിക്കൽ അഡ്രസ് ഉണ്ട്, അല്ലെങ്കിൽ മാക് അഡ്രസ് എന്നൊക്കെ പറയുന്ന അത് അറിയാലോ. സോ മാക് അഡ്രസ് എല്ലാം അല്ലേ. സോ ഈ ഫിസിക്കൽ അഡ്രസ്സിംഗ് നടക്കുന്നത് ഡാറ്റ ലിങ്ക് ലെയറിൽ വെച്ചിട്ടാണ്. നെറ്റ്വർക്കിൽ നിന്ന് കിട്ടുന്ന ആ ഡിവൈസിനെ അല്ലെങ്കിൽ ആ ഡാറ്റ പാക്കറ്റിനെ അത് ഏത് ഫിസിക്കൽ ഡിവൈസിലേക്കാണോ പോകുന്നത് അതിന്റെ ഫിസിക്കൽ അഡ്രസ്സിംഗ് ചെയ്യാനുള്ള ഡ്യൂട്ടി എല്ലാം ഡാറ്റ ലിങ്ക് ലെയറിനാണ്. അപ്പൊ ആദ്യം ഫ്രെയിമിംഗ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഫ്രെയിംസ് ആർ ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഡിഫറെന്റ് സിസ്റ്റംസ് ഓൺ ദ നെറ്റ്വർക്ക്. ഡാറ്റ ലിങ്ക് ലെയർ ആഡ്സ് എ ഹെഡർ ടു ദ ഫ്രെയിം to define the sender and receiver. Header add ചെയ്യുന്നു പറഞ്ഞല്ലോ. If the frame is intended for a system outside the sender's network, അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ the receiver address is the address of the device that connects the network to the next one. അപ്പൊ നമ്മളുടെ നെറ്റ്വർക്കിന് പുറത്തേക്കുള്ള നെറ്റ്വർക്കിലേക്കാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യുന്ന ഡിവൈസസ് ഉണ്ടാവുമല്ലോ, സ്വിച്ചോ അതല്ലെങ്കിൽ റൗട്ടറോ അങ്ങനെ ഡിവൈസസ് ഉണ്ടാവുമല്ലോ. സോ അവരുടെ അഡ്രസ്സസ് ആണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. സോ അഡ്രസ്സിംഗ് നടത്തുന്നു, അത്രേ ആലോചിച്ച് വെക്കുക. ഡാറ്റ ലിങ്ക് ലെയർ ഫിസിക്കൽ അഡ്രസ്സിംഗിന് റെസ്പോൺസിബിൾ ആണ്. ദെൻ ഫ്ലോ കൺട്രോൾ, നമ്മൾ നേരത്തെ ഡാറ്റ ബിറ്റ് റേറ്റ് പറഞ്ഞതുപോലെ തന്നെയാണ്. സോ ദ റേറ്റ് അറ്റ് വിച്ച് ദ ഡാറ്റ ആർ അബ്സോർബ്ഡ് ബൈ ദ റിസീവർ ഇസ് ലെസ് ദാൻ ദ റേറ്റ് അറ്റ് വിച്ച് ഡാറ്റ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെന്റർ. ദ ഡാറ്റ ലിങ്ക് ലെയർ imposes a flow control mechanism to avoid the overwhelming the receiver. അതായത് ഇപ്പൊ സെൻഡർ ഡാറ്റാസ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സ്പീഡിൽ റിസീവറിന് ഡാറ്റാസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡാറ്റാസ് ഓവർവെൽം വരുമല്ലോ. സോ അതിന് പകരം നമുക്ക് ആ ഡാറ്റ റേറ്റ് കൺട്രോൾ ചെയ്യും. ഈ ഡാറ്റ ലിങ്ക് ലെയർ ആ റേറ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്പീഡും റിസീവ് ചെയ്യുന്ന സ്പീഡും നമുക്ക് ഒരു സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഫ്ലോ കൺട്രോൾ. എറർ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എറർ ചെക്കിങ്ങിനുള്ള കുറച്ച് ബിറ്റ്സ് ആഡ് ചെയ്യുന്നതും അങ്ങനെ എറർ ചെക്കിംഗ് ഒക്കെ ഡാറ്റ ലിങ്ക് ലെയറിൽ നടക്കുന്നുണ്ട്. സോ ഇറ്റ് ആഡ്സ് ദ റിലയബിലിറ്റി ടു ഫിസിക്കൽ ലെയർ ബൈ ആഡിംഗ് മെക്കാനിസംസ് ടു ഡിറ്റക്ട് ആൻഡ് റീട്രാൻസ്മിറ്റ് ഡാമേജ്ഡ് ഓർ ലോസ്റ്റ് ഫ്രെയിംസ്. It also uses mechanism to recognize duplicate frames. എറർ കൺട്രോളിൽ നമ്മൾ ഈ പാരിറ്റി ബിറ്റ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ടെയിൽ ബിറ്റോ ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എറേഴ്സ് റിലയബിലിറ്റി കൂട്ടുക. അതായത് എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുക. അതല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡാമേജ് ആയിട്ടുള്ള ഫ്രെയിം ആണ് നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ഇനി അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ ആക്സസ് കൺട്രോൾ എന്നുള്ളൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. വെൻ 2 or more devices are connected to the same link, data link layer protocols are necessary to determine which device has control over the link at any given time. Okay, ഇപ്പൊ മനസ്സിലായല്ലോ, ഈ തന്നെ മനസ്സിലാവല്ലോ നമുക്ക്. 2 or more devices കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ആക്സസ് കൊടുക്കേണ്ടത്, എപ്പോൾ ഏതാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഡ്യൂട്ടിയാണ്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഡാറ്റ ലിങ്ക് ലെയർ. അപ്പോൾ ഫ്രെയിമിംഗ് ഉണ്ട്, ഫിസിക്കൽ അഡ്രസ്സിംഗ് ഉണ്ട്, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ, ആക്സസ് കൺട്രോൾ. അപ്പൊ ഇത്രയും ഫംഗ്ഷൻസ് ഓർത്ത് വെക്കുക. അടുത്ത ലെയർ ആണ് നെറ്റ്വർക്ക് ലെയർ. ഓക്കെ, അപ്പോ നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡെലിവറി. ഡാറ്റ ലിങ്ക് ലെയർ നമ്മൾ ഹോപ്പ് ടു ഹോപ്പ് അല്ലെങ്കിൽ നോട്ട് ടു നോട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. സോ ഇത് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡെലിവറി ആണ് ഓഫ് എ പാക്കറ്റ് പോസിബിളി അക്രോസ് മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സ്. ഓക്കെ, അപ്പോൾ ഒരു നെറ്റ്വർക്ക് അല്ല, ഈ ഡാറ്റ ലിങ്ക് ലെയർ വരെ ഉള്ളതുണ്ടല്ലോ. ഇപ്പൊ ഒരു സിംഗിൾ നെറ്റ്വർക്ക് ആണ്, അതായത് രണ്ട് ഡിവൈസസ് സിമ്പിൾ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരേ ഒരു നെറ്റ്വർക്കിലുള്ള ഡിവൈസസ് തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്
ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഈ അപ്പർ ലെയറിലേക്കുള്ള ആവശ്യമില്ല, ഡാറ്റ ലിങ്ക് ലെയറിൽ തന്നെ കാര്യം കഴിയും. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽ ബിറ്റ്സ് ആയി, ഫിസിക്കൽ ലെയർ ആയി, ഡാറ്റ ലിങ്ക് ലെയർ ആയി. ഇനി അതിന് മുകളിലേക്കുള്ള ലെയേഴ്സ് എല്ലാം വരുന്നത് നമുക്ക് നെറ്റ്വർക്ക് ലെയേഴ്സ്, നെറ്റ്വർക്ക് ലെയറും ട്രാൻസ്പോർട്ട് ലെയറും ഒക്കെ വരുന്നത് ഒരു നെറ്റ്വർക്കിലെ ഡാറ്റ ട്രാൻസ്ഫർ വരുമ്പോഴാണ്. സോ അക്രോസ് ദ മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സ്, മൾട്ടിപ്പിൾ ലിങ്ക്സ് എല്ലാം വരുമ്പോഴാണ് ഈ ഒരു നെറ്റ്വർക്ക് ലെയറും അതിന്റെ ഫംഗ്ഷൻസും വരുന്നത്. സോ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡെലിവറി ഓഫ് എ പാക്കറ്റ് അക്രോസ് മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സ്. ഇഫ് ടു സിസ്റ്റംസ് ആർ കണക്റ്റഡ് ടു ദ സെയിം ലിങ്ക്, ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ചെറിയൊരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഡയറക്റ്റ് ലിങ്ക് വെച്ചിട്ടുള്ള ഒരു കണക്ഷൻ ആണ്, ഡാറ്റ ട്രാൻസ്ഫർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ നീഡ് ഫോർ നെറ്റ്വർക്ക് ലെയർ. ഡാറ്റ ലിങ്ക് ലെയറിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്ത് കഴിയും. ഇനി if two systems are attached to different network with connecting devices between the network, ഇപ്പൊ കുറച്ച് റൗട്ടറും അല്ലെങ്കിൽ സ്വിച്ചസ് ഒക്കെ വെച്ചിട്ട് ഡിഫറെന്റ് നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നെറ്റ്വർക്ക് ലെയർ വേണം ടു അക്കംപ്ലിഷ് ദ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡെലിവറി. So this network layer is responsible for the delivery of individual packets from source host to destination host. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി ട്രാൻസ്പോർട്ട് ലെയർ എന്നാണ് ഇങ്ങോട്ട് നെറ്റ്വർക്ക് ലെയറിലേക്ക് ഡാറ്റ വരുന്നത്. അപ്പൊ ഓഫ് കോഴ്സ് നമ്മൾ കണ്ടല്ലോ, ഓരോ പ്രാവശ്യവും ഓരോരുത്തരും അവരവരുടെ ഡാറ്റ ലിങ്ക് ലെയർ നമ്മൾ ഫ്രെയിം എന്നാണ് പറഞ്ഞത്, ഫിസിക്കൽ ലെയർ ആകുമ്പോൾ സ്ട്രീം, ബിറ്റ് സ്ട്രീം എന്നാണ് പറഞ്ഞത്. ദെൻ നെറ്റ്വർക്ക് ലെയർ ആയപ്പോൾ നമ്മൾ പാക്കറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. സോ ആ പാക്കറ്റിലും ഒരു ഹെഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഹെഡർ എന്ന് പറയുമ്പോൾ ആ ലെയറിൻ്റെതായ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുക്കുന്നത്. സോ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് ഇനി ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് കൊടുത്തു. ദെൻ അതുപോലെ തന്നെ ഡാറ്റ ലിങ്ക് ലെയറിൽ കിട്ടുന്ന ഡാറ്റയാണ്. സോ അതിനെ മുകളിലുള്ള ട്രാൻസ്പോർട്ട് ലെയറിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും നെറ്റ്വർക്ക് ലെയർ ആണ്. സോ ഇത് ബേസിക്സ്, ഇത്തരം കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഒരു സോഴ്സ് ഹോസ്റ്റ്, ഇൻഡിവിജ്വൽ പാക്കറ്റ്സിന്റെ ട്രാൻസ്മിഷൻ ആണ് ഫ്രം സോഴ്സ് ഹോസ്റ്റ് ടു ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ്. ഇനി നെറ്റ്വർക്ക് ലെയർ എന്താണ് ചെയ്യുന്നത് നോക്കാം. അതർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നെറ്റ്വർക്ക് ലെയർ ഇൻക്ലൂഡ് ലോജിക്കൽ അഡ്രസ്സിംഗ്. അപ്പൊ ഡാറ്റ ലിങ്ക് ലെയർ ഫിസിക്കൽ അഡ്രസ്സിംഗ് ആയിരുന്നു അല്ലെ. ഇനി നെറ്റ്വർക്ക് ലെയർ ലോജിക്കൽ അഡ്രസ്സിംഗ് ആണ്. ഒരു നെറ്റ്വർക്കിൽ ഒരു സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് IP അഡ്രസ് അല്ലെങ്കിൽ ലോജിക്കൽ അഡ്രസ് വേണം. സോ അത് നെറ്റ്വർക്ക് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. So the physical addressing is implemented by the data link layer, handles the addressing problem locally. If a packet passes the network boundary കടക്കാൻ കഴിഞ്ഞാൽ ഫിസിക്കൽ ലെയർ പറ്റില്ല, ഫിസിക്കൽ അഡ്രസ് പറ്റില്ല. We need another addressing system to help distinguish the source and destination system. The network layer adds a header to the packet coming from the upper layer that includes the logical address of the sender and receiver. നമ്മൾ കിട്ടുന്ന പാക്കറ്റിന്റെ കൂടെ ഒരു ഹെഡർ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. സോ അതിൽ ലോജിക്കൽ അഡ്രസ് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ലോജിക്കൽ അഡ്രസ് ആഡ് ചെയ്തിട്ടാണ് പിന്നെ അത് അടുത്ത ലെയറിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുപോലെ ലോജിക്കൽ അഡ്രസ്സിംഗും ഇതിന്റെ പാർട്ടാണ്. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ, വേറെ വേറെ ലിങ്ക്സ്, മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സിനെ ലിങ്ക് ചെയ്യുമ്പോഴൊക്കെയാണ് നെറ്റ്വർക്ക് ലെയറിന്റെ ഡ്യൂട്ടി. സോ എന്തായാലും റൂട്ടിങ്ങും റൗട്ടറും ഒക്കെ വരുന്നത് ഈ നെറ്റ്വർക്ക് ലെയറിലാണ്. വെൻ ഇൻഡിപെൻഡന്റ് നെറ്റ്വർക്ക്സ് ഓർ ലിങ്ക്സ് ആർ കണക്റ്റഡ് ടു ക്രിയേറ്റ് ഇന്റർ നെറ്റ്വർക്ക് or a large network, the connecting device called routers or switches route or switch the packet to their final destination. അപ്പൊ റൂട്ടിംഗ് വരുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സിലബസ് വെച്ചിട്ട് അത്രയും ഡീപ്പായിട്ടൊന്നും അല്ല. നമ്മൾ ഇനി അടുത്ത മൊഡ്യൂളിൽ കുറേയും കൂടെ, ഓരോ മൊഡ്യൂളിലും ഓരോ ലെയറിനെയും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഓരോ ലെയറിനും ഇപ്പൊ പഠിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാണ് ഞാൻ, ഓരോ ലെയറിനും ഓരോ ചെറിയ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അത് ഓർത്ത് വെക്കണം. അപ്പൊ ഫിസിക്കൽ അഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ ഡാറ്റ ലിങ്ക് ലെയർ ഓർക്കണം. ദെൻ നെറ്റ്വർക്കിംഗ്, ലോജിക്കൽ അഡ്രസ്സിംഗ് അല്ലെങ്കിൽ റൂട്ടറും സ്വിച്ച് ഒക്കെ വരുന്നതെന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് ലെയർ ഓർക്കണം. അപ്പൊ അതുപോലെയുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓർത്ത് വെക്കുക. സോ നെറ്റ്വർക്ക് ലെയറിന്റെ ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണം തന്നെയാണ്, ലോജിക്കൽ അഡ്രസ്സിംഗും റൗട്ടിങ്ങും. നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്തത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ഇപ്പൊ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡെലിവറി എന്ന് പറഞ്ഞല്ലോ. അതായത് ഇപ്പോ തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്, നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ഇമെയിൽ ആപ്ലിക്കേഷനിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് വേറെ ആളുടെ കമ്പ്യൂട്ടറിലുള്ള ആ കമ്പ്യൂട്ടറിലേക്കും അല്ല എത്തുന്നത്, അതിന്റെ ഉള്ളിലുള്ള ആ ഒരു ആപ്ലിക്കേഷനിലേക്കല്ല എത്തുന്നത്. അപ്പോ തൊട്ട് മുൻപത്തെ ലെയറായ നെറ്റ്വർക്ക് ലെയർ പറയുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അടുത്ത കമ്പ്യൂട്ടറിലേക്കുള്ള ട്രാൻസ്ഫർ, സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. ഇനി അതിൽ തന്നെ ഏത് പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിലേക്കാണോ അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ പ്രോസസ്സിലേക്കാണോ ഡെലിവറി ചെയ്യേണ്ടത്, ആ പ്രോസസ്സിലേക്കുള്ള ഡെലിവറി ഹാൻഡിൽ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്.
അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. അതായത് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നെക്സ്റ്റ് കമ്പ്യൂട്ടർ ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അതിലെ പെർട്ടിക്കുലർ പ്രോസസ്സിലേക്കുള്ള ട്രാൻസ്ഫറിനാണ് ട്രാൻസ്പോർട്ട് ലെയർ. അപ്പൊ നെറ്റ്വർക്കും ട്രാൻസ്പോർട്ടും ഒന്ന് തന്നെയല്ലേ എന്ന് ആലോചിക്കരുത്. നെറ്റ്വർക്ക് ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്ക്, ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സിൽ നിന്ന് അടുത്ത പ്രോസസ്സിലേക്കാണ് അത് പോകുന്നത്. ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്രോസസ് ടു പ്രോസസ് ഡെലിവറി ഓഫ് ദ എൻറ്റയർ മെസ്സേജ്. It's an application program running on a host. Okay. So whereas the network layer oversees source to destination. So നെറ്റ്വർക്ക് ലെയർ ഓവർസീസ് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡെലിവറി ഓഫ് ഇൻഡിവിജ്വൽ പാക്കറ്റ്. നമ്മൾ തൊട്ട് മുൻപ് നെറ്റ്വർക്ക് ലെയർ പറഞ്ഞല്ലോ, സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡെലിവറി ആണ് പാക്കറ്റ്സിന്റെ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാക്കറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ മെസ്സേജ് ആണ് അയക്കുന്നത്. ആ മെസ്സേജ് ആസച്ച് അല്ല നമുക്ക് ഡെലിവറി ആവുക. ആ മെസ്സേജിനെ സൈസബിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒരു സിംഗിൾ മെസ്സേജിൽ തന്നെ ഡിഫറെന്റ് പാക്കറ്റ്സ് ഒക്കെ ആക്കിയിട്ടാണ് ആ പാക്കറ്റ്സ് ഒക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പൊ നെറ്റ്വർക്ക് ലെയറിൽ പാക്കറ്റ്സിന്റെ ട്രാൻസ്മിഷൻ ആണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് ഓരോ പാക്കറ്റിനെയും ഇൻഡിവിജ്വലി തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇതെല്ലാതും ഒരു മെസ്സേജിന്റെ പാർട്ട് ആണെന്നോ, ഈ ഒരു മെസ്സേജ് ഈ സോഴ്സിൽ നിന്ന് ഈ പ്രോസസ്സിലേക്കാണ് പോകണമെന്നോ അതൊന്നും നെറ്റ്വർക്ക് ലെയറിന്റെ കൺസേൺ അല്ല. നെറ്റ്വർക്ക് ലെയർ അവരിലേക്ക് വരുന്ന പാക്കറ്റ്സിനെയൊക്കെയും അതുപോലെ ലോജിക്കൽ അഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് റൂട്ട് ചെയ്ത് കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അത്രേ ഉള്ളൂ. It does not recognize any relationship between those packets. Okay. So ആ പാക്കറ്റ്സ് ഒക്കെ ചിലപ്പോൾ ഒരു സെയിം മെസ്സേജിന്റെ തന്നെ ഡിഫറെന്റ് പാർട്സ് ആയിരിക്കാം, അങ്ങനെ പാർട്ടാക്കിയിട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ അതൊന്നും നെറ്റ്വർക്ക് ലെയറിന്റെ കൺസേണിൽ വരുന്നതല്ല. പക്ഷേ ട്രാൻസ്പോർട്ട് ലെയർ ഓൺ ദ അതർ ഹാൻഡ് എൻഷുവേഴ്സ് ദാറ്റ് ദ ഓൾ മെസ്സേജ് അറൈവ്സ് ഇൻടാക്ട് ആൻഡ് ഇൻ ഓർഡർ, overseeing both error control and flow control at the source to destination level. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ മനസ്സിലായാലോ, കറക്റ്റ് പ്രോസസ് ചെയ്യുന്ന അടുത്ത പ്രോസസ്സിലേക്ക് എത്തിക്കുകയാണ്. ദെൻ അത് എല്ലാതും ഒരു മെസ്സേജിന് തന്നെ പാർട്ടാണെങ്കിൽ എല്ലാ പാർട്ടും അവിടെ എത്തിയോ, അത് ഓർഡറിലാണോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. സോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സെഷൻ ലെയറിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് കിട്ടും. ഇപ്പൊ ട്രാൻസ്പോർട്ട് ലെയറിന്റെ തൊട്ട് മുകളിലുള്ളത് സെഷൻ ലെയർ ആണ്. സോ സെഷൻ ലെയറിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് കിട്ടുന്നു. ആ ഡാറ്റാസിനെ ഡിഫറെന്റ് പാക്കറ്റ്സ് ആക്കിയിട്ടാണ് നെറ്റ്വർക്ക് ലെയറിലേക്ക് അയക്കുന്നത്. നെറ്റ്വർക്ക് ലെയറിൽ എന്താ, ഇതൊക്കെ ഡിഫറെന്റ് പാക്കറ്റുകളാണ് നെറ്റ്വർക്ക് ലെയറിൽ കിട്ടുക. അപ്പൊ അവർ തമ്മിലുള്ള റിലേഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു സെയിം മെസ്സേജിന്റെ പാർട്ട് ആണെന്നോ ഒന്നും നെറ്റ്വർക്ക് ലെയർ അറിയുന്നില്ല. നെറ്റ്വർക്ക് ലെയർ ഈ പാക്കറ്റുകളെയൊക്കെ അതുപോലെ തന്നെ ഓരോരോ പാക്കറ്റ് ആക്കിയിട്ട് ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. പക്ഷെ തിരിച്ചു കിട്ടുമ്പോൾ എന്തുണ്ടാവും, നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് ഓരോരോ പാക്കറ്റുകളായിട്ടാണ് കിട്ടുക. പക്ഷേ ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്തു, ആ പാക്കറ്റുകളെയൊക്കെ കമ്പൈൻ ചെയ്തു, പാക്കറ്റുകളെയൊക്കെ കറക്റ്റ് ഓർഡർ ആക്കി, എന്നിട്ട് ആ മെസ്സേജ് ആയിട്ടാണ് സെഷൻ ലെയറിലേക്ക് എത്തുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് പാക്കറ്റുകളാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് എന്താ, ഒരു മെസ്സേജ്. ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജിനെയാണ് സെഷൻ ലെയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏതാണ്ട് ഒരു ഐഡിയ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചുകൂടി ബാക്കി റെസ്പോൺസിബിലിറ്റി നോക്കി കഴിഞ്ഞാൽ സർവീസ് പോയിന്റ് അഡ്രസ്സിംഗ് എന്ന് പറയും. സോ കമ്പ്യൂട്ടേഴ്സ് നോർമലി സെവറൽ പ്രോഗ്രാംസ് അറ്റ് എ ടൈം റൺ ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡെലിവറി മീൻസ് വെച്ച് കഴിഞ്ഞാല് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി നോട്ട് ഓൺലി ഫ്രം വൺ കമ്പ്യൂട്ടർ ടു ദ നെക്സ്റ്റ് ബട്ട് ഓൾസോ ഫ്രം ദ സ്പെസിഫിക് പ്രോസസ് ഓൺ വൺ കമ്പ്യൂട്ടർ ടു ദ സ്പെസിഫിക് പ്രോസസ് ഓൺ ദ അതർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രോസസ് ടു പ്രോസസ് ഡെലിവറി, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്ക്, അതായത് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ എത്തിയോണ്ട് കാര്യമില്ല. ആ കമ്പ്യൂട്ടറിൽ തന്നെ പല പ്രോഗ്രാംസ് റണ്ണിങ് ആയിരിക്കും. അപ്പൊ അതിൽ ഏത് പ്രോസസ്സിലാണോ ഈ ഡാറ്റാസ് ആവശ്യം ആ പ്രോസസ്സിനാണ് കൊണ്ടു കൊടുക്കേണ്ടത്. So the transport layer header must include a type of address called the service point address or port address. നമ്മൾ പോർട്ട് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഈ മെയിലാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. നെറ്റ് വെബ് ആണെങ്കിൽ അങ്ങനെ ഓരോന്നിനും ഓരോ പോർട്ട് അഡ്രസ് ഉണ്ടായിരിക്കും. അപ്പൊ പോർട്ട് എന്ന് പറയുന്നത് സർവീസ് പോയിന്റ് ആണ്. ഇപ്പൊ നമ്മള് ഫിസിക്കൽ പോർട്ട്സ് നമുക്കറിയാം. അപ്പൊ ഓരോ ഡിവൈസ്, പ്രിന്റർ യൂസ് ചെയ്യണമെങ്കിൽ ഒരു പോർട്ട് ഉണ്ട്, അതുപോലെ നെറ്റ് മോഡം ആണെങ്കിൽ അടുത്ത പോർട്ട് ഉണ്ട്. ഓരോന്നും ഇപ്പം USB പോർട്ട് ആയിക്കോട്ടെ, ഓരോന്നിനും കണക്ട് ചെയ്യാൻ ഓരോ പോർട്ട് ഉണ്ട്. അപ്പൊ അത് ആക്സസ് പോയിന്റ് ആണല്ലേ, നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവരുടെ സർവീസ് പോയിന്റ് ആണ്. ആ സർവീസ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെയാണ് സോഫ്റ്റ്വെയർ പോർട്ട് എന്നും ഒക്കെ ബേസിക് ആണ്, അറിയാവുന്ന കാര്യങ്ങളാണല്ലേ അതെല്ലാം.
അതെല്ലാം ഇപ്പോൾ സോഫ്റ്റ്വെയർ പോർട്സും അതുപോലെ തന്നെയാണ്. ആ പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ, ആ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സർവീസ് നമുക്ക് ആക്സസ് ചെയ്യാൻ കിട്ടുന്ന എൻട്രി പോയിന്റ് ആണ് ആ പോർട്ടുകൾ. അപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്നത് ആ പോർട്ടിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ആ പോർട്ടിലേക്കാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സോ ട്രാൻസ്പോർട്ട് ലെയർ ആഡ് ചെയ്യുന്ന അഡ്രസ്സിൽ പോർട്ട് അഡ്രസ് ആണ് ഉണ്ടായിരിക്കുക. സർവീസ് പോയിന്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് പോർട്ട് അഡ്രസ് ആണ് കേട്ടോ. So the network layer gets each packet to the correct computer. Transport layer gets the entire message. ഇപ്പൊ ഡിഫറൻസ് മനസ്സിലാക്കിക്കോളൂ. നെറ്റ്വർക്ക് ലെയറിൽ പാക്കറ്റ് ആണ്. ആ പാക്കറ്റ് ആരുടെയാണ് എന്താണെന്ന് ഒന്നും അറിയില്ല. കുറച്ച് പാക്കറ്റ്സ് കിട്ടുന്നു, അതിനെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ ട്രാൻസ്പോർട്ട് ലെയർ കുറച്ചും കൂടി ഇന്റലിജന്റ് ആണെന്ന് ആലോചിക്കുക. ട്രാൻസ്പോർട്ട് ലെയർ ആ വെറുതെ പാക്കറ്റ് ഒന്നും അല്ല, അതിനെല്ലാം ഓർഡർ ആക്കി കറക്റ്റ് മെസ്സേജ് ആക്കി ആ ഹോൾ മെസ്സേജിനെ, എൻറ്റയർ മെസ്സേജിനെ ആവശ്യമുള്ള കറക്റ്റ് പ്രോസസ്സിലേക്ക്, ആ കറക്റ്റ് പോർട്ടൽ അഡ്രസ് കൊടുത്ത് ആ പ്രോസസ്സിലേക്ക് എത്തിക്കുന്നതാണ് ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഡ്യൂട്ടി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇയാളെ നമ്മളെ ഹാർട്ട് ഓഫ് OSI ലെയർ എന്ന് പറയുന്നത്. മെയിൻ റെസ്പോൺസിബിലിറ്റി ആണല്ലോ ഇവിടെ ചെയ്യുന്നത്. ദെൻ സെഗ്മെന്റേഷൻ ആൻഡ് റീഅസംബ്ലി. അടുത്ത ഡ്യൂട്ടിയാണ് ഇത്. അതായത് മെസ്സേജ് എന്നും പാക്കറ്റ് എന്നും പറഞ്ഞു അല്ലെ. അപ്പോൾ മുകളിലത്തെ ലെയറിൽ നിന്ന്, സെഷൻ ലെയറിൽ നിന്ന് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് കിട്ടുന്നത് നേരത്തെ നമ്മൾ കണ്ടു മെസ്സേജ് ആണ്. ഒരു മിനിറ്റ്, ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ, എന്നിട്ട് പറയാം. സെഗ്മെന്റേഷനും റീഅസംബ്ലിയും. സോ സെഷൻ ലെയറിൽ നിന്ന് മെസ്സേജ് ആണ് ട്രാൻസ്പോർട്ട് ലെയറിന് കിട്ടുന്നത്. അപ്പൊ ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്തു, അതിനെ ഡിഫറെന്റ് സെഗ്മെന്റ്സ് ആക്കി മാറ്റി. ഡിഫറെന്റ് സെഗ്മെന്റ് ആക്കി, ഡിഫറെന്റ് പാക്കറ്റ് ആക്കി, ഓരോരോ പാക്കറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഓരോരോ സെഗ്മെന്റ് ആക്കിയിട്ട് നെറ്റ്വർക്ക് ലെയറിൽ കൊടുക്കുന്നു. നെറ്റ്വർക്ക് ലെയർ അതിനെ പാക്കറ്റുകളാക്കി സെൻഡ് ചെയ്യുന്നു. അപ്പൊ അത് ഒരു സൈഡ് കഴിഞ്ഞു. ഇനി തിരിച്ചു കിട്ടുമ്പോ എങ്ങനെയാ, നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് ഡിഫറെന്റ് പാക്കറ്റുകളാണ് ട്രാൻസ്പോർട്ട് ലെയറിന് കിട്ടുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനെ അറേഞ്ച് ചെയ്യുന്നു, ഓർഡർ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എൻറ്റയർ മെസ്സേജ് ആക്കുന്നു. സോ ഇവിടെ നടക്കുന്നത് എന്താ, റീഅസംബ്ലി. അപ്പൊ സെഷൻ ലെയറിൽ നിന്ന് കിട്ടുന്നതിനെ സെഗ്മെന്റ് ചെയ്ത് ഡിഫറെന്റ് പാർട്ടാക്കി സെഗ്മെന്റ്സ് ആക്കി അയച്ചു കൊടുത്തു. ദെൻ ഇങ്ങോട്ട് കിട്ടുന്ന പാക്കറ്റ്സിനെ എല്ലാം റീഅസംബിൾ ചെയ്ത് തിരിച്ച് സെഷൻ ലെയറിലേക്ക് മെസ്സേജ് ആക്കി കൊടുത്തു. അപ്പൊ സെഗ്മെന്റേഷൻ എന്താ, റീഅസംബ്ലി എന്ന് മനസ്സിലായല്ലോ. So a message is divided into transmittable segment. Each segment containing a sequence number. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് തിരിച്ച് നമുക്ക് വീണ്ടും റീഅസംബിൾ ചെയ്യണമല്ലോ. അപ്പൊ ഓർഡർ ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് സീക്വൻസ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. These numbers enable the transport layer to reassemble the message correctly upon arriving at the destination and to identify and replace packets that were lost in transmission. അപ്പൊ എന്തെങ്കിലും ഡാമേജ് ആവോ അല്ലെങ്കിൽ ലോസ്റ്റ് ആവോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്ത് റീപ്ലേസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷനാലിറ്റി ആണ്, സെഗ്മെന്റേഷൻ ആൻഡ് റീഅസംബ്ലി. ഈ അതിൽ കൊടുക്കുന്ന സീക്വൻസ് നമ്പർ. ഓക്കെ, അപ്പോൾ മനസ്സിലായോ ട്രാൻസ്പോർട്ട് ലെയറിന്റെ കുറച്ച് ഫംഗ്ഷൻസ് ഇനിയും ഉണ്ട് കേട്ടോ. അപ്പൊ സർവീസ് പോയിന്റ് അഡ്രസ്സിംഗ്, അതായത് പോർട്ട് അഡ്രസ് കൊടുത്ത് കറക്റ്റ് പ്രോസസ്സിലേക്ക് ഡെലിവറി ചെയ്യിക്കുന്നുള്ളത് ഒരു പോയിന്റ്. ദെൻ ഈ മെസ്സേജിനെ സെഗ്മെന്റ് ചെയ്യുന്നതും തിരിച്ച് റീഅസംബിൾ ചെയ്യുന്നതും അടുത്ത പോയിന്റ്. Then connection control. So that this can be either connectionless or connection oriented. Actually transport layer പറയുമ്പോൾ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പ്രോട്ടോകോൾസ് ഉണ്ട്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളും യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോളും, TCP ആൻഡ് UDP എന്ന് പറയും. കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ കണക്ഷൻലെസ് പ്രോട്ടോകോൾ ആണ്. പക്ഷെ ഇതൊന്നും വെറുതെ പറഞ്ഞു പോവല്ല, ഇത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി വരുന്ന മൊഡ്യൂളിൽ അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അപ്പൊ പറയാം. അപ്പൊ ഈ കണക്ഷൻ കൺട്രോൾ എന്നുള്ള കാര്യവും ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഡ്യൂട്ടിയാണ്. സോ കണക്ഷൻലെസ് ട്രാൻസ്പോർട്ട് ആവാം, കണക്ഷൻ ഓറിയന്റഡ് ട്രാൻസ്പോർട്ട് ആവാം. ഇപ്പൊ കണക്ഷൻലെസ് ട്രാൻസ്പോർട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെഗ്മെന്റും ഇൻഡിപെൻഡന്റ് പാക്കറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഡെലിവേഴ്സ് ഇറ്റ് ടു ദ ട്രാൻസ്പോർട്ട് ലെയർ അറ്റ് ദ ഡെസ്റ്റിനേഷൻ മെഷീൻ. അപ്പൊ ഓരോന്നിനെയും ഇൻഡിപെൻഡന്റ് ആയ പാക്കറ്റ്സ് ആയിട്ട് തന്നെ ഡെലിവറി ചെയ്യും. അവിടെയാണ് ഈ UDP എന്നുള്ള കാര്യം, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. A connection-oriented transport layer makes a connection with the transport layer at the destination machine first, before delivering the packets. So it first makes a connection with the transport layer at the destination machine. അത് കഴിഞ്ഞിട്ടാണ് പാക്കറ്റ്സ് കണക്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ഡാറ്റാസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് കണക്ഷൻ കൺട്രോൾ എന്നുള്ള ഇതിൽ, അതായത് മീൻസ് കണക്ഷൻ ഓറിയന്റഡ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത് കേട്ടോ. അപ്പൊ കണക്ഷൻ കൺട്രോളിൽ ഓർത്ത് വെക്കുക, കണക്ഷൻലെസ് ട്രാൻസ്ഫറും ഉണ്ട്, കണക്ഷൻ ഓറിയന്റഡ് ട്രാൻസ്ഫറും ഉണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലാണ്. അത്രയും തൽക്കാലം മനസ്സിലാക്കി വെക്കുക കേട്ടോ, ബാക്കി നമുക്ക് വഴിയെ പഠിക്കാം.
ഇനി ഫ്ലോ കൺട്രോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഫ്ലോ കൺട്രോളും. സോ എൻഡ് ടു എൻഡ് ഫ്ലോ കൺട്രോൾ ആണ് റാദർ ദാൻ അക്രോസ് എ സിംഗിൾ ലിങ്ക് ലൈക്ക് ഇൻ ഡാറ്റ ലിങ്ക് ലെയർ. ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ ഈ ഫ്ലോ കൺട്രോൾ ഒക്കെ പറഞ്ഞല്ലോ, എറർ കൺട്രോളും ഫ്ലോ കൺട്രോളും ഒക്കെ പറഞ്ഞു. പക്ഷെ അതൊരു ലിങ്ക് ആയിരുന്നു. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു നെറ്റ്വർക്ക് ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ ലിങ്ക് ലെയറിന് മുകളിലേക്കുള്ള ലെയേഴ്സിലേക്ക് കാര്യം പോകണം. ഒരു സിംഗിൾ നെറ്റ്വർക്ക് ഒരു സിംഗിൾ ലിങ്ക് ആണെങ്കിൽ ഡാറ്റ ലിങ്ക് ലെയർ മാത്രം മതി. അപ്പൊ അവിടെ ഈ ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും ഒക്കെ ചെയ്യാൻ ഡാറ്റ ലിങ്ക് ലെയർ മാത്രം മതി. പക്ഷെ അതിന് മുകളിലേക്ക് വരുമ്പോൾ ഫ്ലോ കൺട്രോൾ നടക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലാണ്. അപ്പൊ എൻഡ് ടു എൻഡ് ഫ്ലോ കൺട്രോൾ നടക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലാണ്. അതേപോലെ തന്നെ എറർ കൺട്രോളും ഇവിടെ തന്നെയാണ്. സോ ഡാറ്റ ലിങ്ക് ലെയറിൽ ട്രാൻസ്പോർട്ട് ലെയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ എറർ കൺട്രോൾ. ഡാറ്റ ലിങ്ക് ലെയർ പോലെ തന്നെ ഇവിടെയും തന്നെയാണ്. പക്ഷെ എറർ കൺട്രോൾ അറ്റ് ദിസ് ലെയർ ഇസ് പെർഫോംഡ് പ്രോസസ് ടു പ്രോസസ് റാദർ ദാൻ അക്രോസ് എ സിംഗിൾ ലിങ്ക്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും എല്ലാം ഡാറ്റ ലിങ്ക് ലെയർ ചെയ്യും, അതൊരു സിംഗിൾ ലിങ്ക് ആണെങ്കിൽ മാത്രം. ഇനി അതല്ല മൾട്ടിപ്പിൾ ലിങ്ക്സ് ആണ് അല്ലെങ്കിൽ ഡിഫറെന്റ് നെറ്റ്വർക്സിന്റെ കണക്ഷൻസ് ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് ലെയറും ട്രാൻസ്പോർട്ട് ലെയറും ഒക്കെ വരണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ ആണ് ഈ ഒരു പ്രോസസ് ടു പ്രോസസ് ആയിട്ടുള്ള എറർ കൺട്രോളും ഫ്ലോ കൺട്രോളും ഒക്കെ ചെയ്യുന്നത്. So the sending transport layer makes sure that the entire message arrives at the receiving transport layer without error. അതുപോലെ തന്നെ എറർ കറക്ഷനും ഇവിടെ അച്ചീവ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും എറേഴ്സോ ഡാമേജോ വന്നു കഴിഞ്ഞാൽ അത് റീട്രാൻസ്മിറ്റ് ചെയ്ത് എറർ കറക്ഷനും നടത്താൻ ട്രാൻസ്പോർട്ട് ലെയർ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ ആണേ. ഇപ്പൊ ട്രാൻസ്പോർട്ട് ലെയറിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പോർട്ട് അഡ്രസ് പറഞ്ഞായിരുന്നു, അതുപോലെ ഇപ്പൊ കണക്ഷൻ കൺട്രോള്, ഫ്ലോ കൺട്രോള്, എറർ കൺട്രോള്, സെഗ്മെന്റേഷൻ റീ അസംബ്ലി, ഇതെല്ലാം ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫംഗ്ഷൻസ് ആണ്. ഇനിയുള്ള 3 ലെയറും ആപ്ലിക്കേഷൻ യൂസർ സ്പെസിഫിക് ആയിട്ടുള്ള ലെയേഴ്സ് ആണ്. ഇതെല്ലാം സോഫ്റ്റ്വെയറിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ലെയേഴ്സ് ആണ്. അപ്പൊ തൊട്ട് മുന്നിലുള്ള ട്രാൻസ്പോർട്ട് ലെയറിൽ വരെ എത്തിക്കഴിഞ്ഞപ്പോ എന്തായി, ഒരു സെൻഡ് ചെയ്ത മെസ്സേജ് ഇൻഡിവിജ്വൽ ബിറ്റ്സ് ഒക്കെ ആക്കി മാറ്റി, അതായത് ഫിസിക്കൽ ലെയർ ആണല്ലോ ബിറ്റ്സ് ഒക്കെ ആക്കി മാറ്റുന്നത്. അത് കഴിഞ്ഞ് ആ ബിറ്റ്സ് അടുത്ത ലെയറിന്റെ ഫിസിക്കൽ ലെയറിലേക്ക് എത്തി. ഇൻഡിവിജ്വൽ ബിറ്റ്സ് അടുത്ത സിസ്റ്റത്തിൽ എത്തി. ദെൻ അതിന്റെ പ്രോസസ് ടു പ്രോസസ് കൺവേർഷൻ, അതായത് ആ സിസ്റ്റത്തിൽ എത്തിയാൽ മാത്രം പോരാ, അതിന്റെ ഏത് കറക്റ്റ് ആപ്ലിക്കേഷൻ ആണോ യൂസ് ചെയ്യുന്നത് ആ ആപ്ലിക്കേഷൻസിലേക്ക് എത്തിച്ചു. അപ്പോ ട്രാൻസ്പോർട്ട് ലെയർ കഴിഞ്ഞപ്പോ ഒരു സിസ്റ്റത്തിൽ നിന്ന് അടുത്ത സിസ്റ്റത്തിലെ പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ സാധനം എത്തിയിട്ടുണ്ട്, നമ്മുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇനി അത് യൂസറിന് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷന്റെ ഫോമാറ്റിൽ അതിനെ പ്രസന്റ് ചെയ്ത് യൂസറിന് കിട്ടിയാൽ മാത്രം മതി. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ലെയേഴ്സ് ആണ് ഇനി വരുന്ന സെഷൻ ലെയറും പ്രസന്റേഷൻ ലെയറും ആപ്ലിക്കേഷൻ ലെയറും. സോ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ first 3 layer physical data link network are not sufficient for some process. റിയൽ ടൈം ഇന്ററാക്ഷൻ വരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ വരുന്ന റിയൽ ടൈം ചാറ്റ്, റിയൽ ടൈം ഇന്ററാക്ഷൻ വരുന്ന ഡയലോഗുകൾ വരുന്ന കാര്യത്തിലാണ് സെഷൻ ലെയർ യൂസ് ചെയ്യുന്നത്. ദിസ് സെഷൻ ലെയർ ഇസ് ദ നെറ്റ്വർക്ക് ഡയലോഗ് കൺട്രോളർ. ഓക്കെ, സെഷൻ ലെയർ ഇസ് ദ നെറ്റ്വർക്ക് ഡയലോഗ് കൺട്രോളർ. ഇറ്റ് എസ്റ്റാബ്ലിഷസ്, മെയിൻറ്റെയിൻസ്, സിൻക്രണൈസ് ഇന്ററാക്ഷൻ എമംഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ തമ്മിലുള്ള സിൻക്രണൈസേഷനോ ഇന്ററാക്ഷനോ ഒക്കെ വേണ്ടിയിട്ടാണ് ഒരു സെഷൻ ബിഗിൻ ചെയ്യുക. 2 പാർട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സെഷൻ ആണ് അത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഡയലോഗ് കൺട്രോൾ ആൻഡ് സിൻക്രണൈസേഷൻ ആർ ദ 2 ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സെഷൻ ലെയർ. സോ ഇതാണ് പിക്ചർ വരുന്നത്. ഇപ്പോൾ തൊട്ട് മുകളിലുള്ള ലെയർ പ്രസന്റേഷൻ ലെയർ ആണ്. പ്രസന്റേഷൻ ലെയറിൽ നിന്ന് ഡാറ്റ വന്നു. അപ്പൊ ഡിഫറെന്റ് സെഷൻസ് ആണ്. ആ ഡിഫറെന്റ് സെഷൻസിനെ സിൻക്രണൈസ് ചെയ്യുക. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ലെയറിന് തിരിച്ചു കിട്ടുന്നതിനെയും ഡിഫറെന്റ് സെഷൻസ് ആക്കുന്നു, സിൻക്രണൈസ് ചെയ്യുന്നു, പ്രസന്റേഷൻ ലെയറിലേക്ക് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ട 2 പോയിന്റ് ഇത് രണ്ടുമാണ്, ഡയലോഗ് കൺട്രോൾ ആൻഡ് സിൻക്രണൈസേഷൻ. അപ്പോ ആ 2 പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡയലോഗ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഷൻ ലെയർ അലൗസ് 2 systems ടു എൻറ്റർ ഇൻ ടു എ ഡയലോഗ്. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇറ്റ് അലൗസ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 processes ടു ടേക്സ് പ്ലേസ് ഇൻ ഐദർ, അതിപ്പോ ഹാഫ് ഡ്യൂപ്ലെക്സ് ആയിക്കോട്ടെ ഫുൾ ഡ്യൂപ്ലെക്സ് ആയിക്കോട്ടെ. അപ്പൊ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് സെഷൻ ലെയർ. അപ്പൊ സിംപ്ലെക്സ് ആണെങ്കിൽ ആവശ്യമില്ല കേട്ടോ. സിംപ്ലെക്സ് ആണെങ്കിൽ ഒരു 1 end എന്നുള്ള ട്രാൻസ്മിഷൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതിന് ആവശ്യമില്ല. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് സെഷൻ ലെയറിന്റെ ആവശ്യം. സോ സിൻക്രണൈസേഷൻ, the session layer allows a process to add checkpoints or synchronization point to a stream of data. അപ്പൊ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്, ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കാം.
സിങ്കണൈസേഷൻ പോയിന്റ് അല്ലെങ്കിൽ ചെക്ക് പോയിന്റ് വെക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സിസ്റ്റം ഒരു 2000 പേജസ് ഉള്ള ഒരു ഫയൽ സെൻഡ് ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എവറി 100 പേജിൽ ഓരോ ചെക്ക് പോയിന്റ്സ് വെക്കുകയാണ് ടു എൻഷുർ ദാറ്റ് ഈച്ച് 100 പേജ് യൂണിറ്റ് ഇസ് റിസീവ്ഡ് ആൻഡ് അക്നോളജ് ഇൻഡിപെൻഡന്റ്ലി. ഓരോ 100 പേജും സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കിട്ടി എന്നുള്ള ഒരു അക്നോളജ്മെന്റ് നടത്താണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോ ഒരു ക്രാഷ്, ഒരു 523 പേജിൽ ഒരു ക്രാഷ് വന്നു, 523 പേജ് സെൻഡ് ചെയ്യുമ്പോൾ ഒരു ക്രാഷ് വന്നു എന്ന് വെക്കാം. അപ്പൊ ക്രാഷ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താ, ഓരോ 100 കഴിയുമ്പോഴും നമുക്ക് അക്നോളജ്മെന്റ് കിട്ടുന്നുണ്ട് കറക്റ്റ് ആയിട്ടാണ് ട്രാൻസ്മിഷൻ നടക്കുന്നതെന്ന്. അപ്പോ ഒരു 100 പറയുമ്പോൾ 500 വരെയുള്ള പേജസ് എല്ലാം കറക്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ആയിട്ടുള്ളത് ഷുവർ ആണ്. അപ്പൊ ഇനി നമുക്ക് എന്താ വേണ്ടേ, 501 തൊട്ട് 523 വരെയുള്ള പേജസ് മാത്രം റീട്രാൻസ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഇപ്പൊ ഇതുപോലെ ചെക്ക് പോയിന്റ്സ് വെച്ചില്ലെങ്കിൽ എന്താ, തുടക്കം തൊട്ടുള്ളത് റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ ഇതുപോലെ ചെക്ക് പോയിന്റ്സ് വെക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള 501 തൊട്ടുള്ള 23 വരെയുള്ള പേജസ് മാത്രമാണ് കൺഫേം ആവാത്തത്. സോ അവരെ മാത്രം റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതാണ് ഈ ഒരു ചെക്ക് പോയിന്റ്സ് വെക്കുന്നതിനുള്ള ഗുണം കേട്ടോ. ഇപ്പൊ ഡയലോഗ് കൺട്രോൾ പറഞ്ഞത് സെഷൻ ലെയർ വരുന്നത് സിംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ ആണ്, 1 end മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഷൻ ലെയറിന്റെ ആവശ്യം വരുന്നില്ല. രണ്ട് ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, ഡ്യൂപ്ലെക്സോ ഹാഫ് ഡ്യൂപ്ലെക്സോ ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് അവിടെ ഒരു സെഷൻ ക്രിയേറ്റ് ചെയ്യണം, ഒരു ഡയലോഗ് കൺട്രോൾ വരണം, അവിടെയാണ് സെഷൻ ലെയറിന്റെ ആവശ്യം. ദെൻ അതിൽ തന്നെ സിങ്ക്രണൈസേഷനും ചെക്ക് പോയിന്റ്സും സിങ്ക്രണൈസേഷൻ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നതും അതിന്റെ അഡീഷണൽ ഡ്യൂട്ടീസ് ആണ്. കഴിഞ്ഞു, നമ്മൾ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തത് പ്രസന്റേഷൻ ലെയർ ആണ്. അപ്പൊ ഡാറ്റയൊക്കെ കിട്ടി, ഡാറ്റേനെ ഇനി കറക്റ്റ് ഫോമിൽ എൻക്രിപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാനോ ഒക്കെയാണ് ഈ പ്രസന്റേഷൻ ലെയർ വരുന്നത്. ഇറ്റ് ഇസ് മെയിൻലി കൺസേൺഡ് വിത്ത് ദ സിൻടാക്സ് ആൻഡ് സീമാന്റിക്സ് ഓഫ് ദ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു സിസ്റ്റം. ഇപ്പൊ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച്, ഇപ്പൊ ഇമെയിലിലുള്ള ഫോമാറ്റ് ആണെങ്കിൽ ആ ഫോമാറ്റിലേക്ക്, ഓരോന്ന് ആപ്ലിക്കേഷൻ അനുസരിച്ച് അവരവരുടെ ഫോമാറ്റിലേക്ക് അതിനെ മാറ്റുക. അതുകൊണ്ടാണ് സിൻടാക്സും സീമാന്റിക്സും കൂടുതലും ചെയ്യുന്നത് കൊണ്ട് തന്നെ സിൻടാക്സ് ഒരു പേര് കൂടി ഉണ്ട്, സിൻടാക്സ് ലെയർ. യെസ്, the presentation layer is also known as syntax layer എന്നും പറയും ട്ടോ. So it acts as a data translator for a network. This layer is a part of the operating system that converts the data from one presentation format to another format. സോ ഇനിയുള്ള സെഷൻ ലെയറും പ്രസന്റേഷൻ ലെയറും ആപ്ലിക്കേഷൻ ലെയറും ഫുൾ ആയിട്ടും സോഫ്റ്റ്വെയറിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. സോ പ്രസന്റേഷൻ ലെയർ ആക്ച്വലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പൊ അതിൽ പ്രസന്റേഷൻ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതാണ് ഡ്യൂട്ടി. ഇപ്പൊ സിൻടാക്സ് ലെയർ എന്നും നമ്മൾ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ലേഷൻ, കംപ്രഷൻ, എൻക്രിപ്ഷൻ. ഈ 3 പോയിന്റ് ആണ് പ്രസന്റേഷൻ ലെയറിൽ ഓർക്കാനുള്ളത് കേട്ടോ. ട്രാൻസ്ലേഷൻ, കംപ്രഷൻ, ദെൻ എൻക്രിപ്ഷൻ. സോ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് ഡാറ്റാസ് വരുന്നു. ആ വരുന്ന ഡാറ്റാസിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, എൻക്രിപ്റ്റ് ചെയ്യാം, എൻകോഡ് ചെയ്യാം, എൻക്രിപ്റ്റ് ചെയ്യാം, കംപ്രസ് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞ് സെഷൻ ലെയറിലേക്ക് പറഞ്ഞേക്കാം. തിരിച്ചും അതുപോലെ തന്നെ ഈ ചെയ്തതിന് എല്ലാത്തിനെയും ഡീകോഡ് ചെയ്യുക, ഡീക്രിപ്റ്റ് ചെയ്യുക, ഡീകംപ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് ആ മോളിലേക്കും പറഞ്ഞേക്കാം. ഇതൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ, ടു ട്രാൻസ്പോർട്ട് ലെയർ അല്ല കേട്ടോ, സോറി, ടു ആപ്ലിക്കേഷൻ ലെയർ തന്നെയാണ്. So the specific responsibilities of the presentation layer include translation. അപ്പൊ ആദ്യത്തത് ട്രാൻസ്ലേഷൻ ആണ്. The process in two systems are usually exchanging information in the form of character, string, number and so on. The information must be changed to bit stream before being transmitted. അല്ലെ? അപ്പോ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് റീഡബിൾ ആയിട്ടുള്ള ഫോമിലായിരിക്കും. ദെൻ പക്ഷെ അത് ഇവിടേക്ക് എത്തുമ്പോൾ ബിറ്റ് സ്ട്രീമിലായിരിക്കും. സോ ആ കൺവേർഷൻ നടത്തണം. അതുപോലെ തന്നെ ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ഡിഫറെന്റ് എൻകോഡിംഗ് സിസ്റ്റം. ഇപ്പൊ ആസ്കി ആയിക്കോട്ടെ, യൂണിക്കോഡ് ആയിക്കോട്ടെ, ഡിഫറെന്റ് എൻകോഡിംഗ് സിസ്റ്റംസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസന്റേഷൻ ലെയർ ആണ് റെസ്പോൺസിബിൾ ഫോർ ഇന്റർഓപ്പറബിലിറ്റി ബിറ്റ്വീൻ ദീസ് ഡിഫറെന്റ് എൻകോഡിംഗ് മെത്തേഡ്സ്. Then it is that the sender changes the information from its sender independent format into a common format. The presentation layer at the receiving machine changes the common format into receiver dependent format. അപ്പൊ ഇത് കുറച്ചിങ്ങനെ നീട്ടി എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. കൺസെപ്റ്റ് ഒക്കെ എളുപ്പം തന്നെയാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ റിയൽ ഡാറ്റയെ എടുത്ത് ഏതെങ്കിലും ഒരു എൻകോഡിംഗ് ഫോർമാറ്റിലേക്ക് മാറ്റുക. ഇപ്പൊ സെൻഡറിന്റെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ രണ്ട് ഡിഫറെന്റ് സിസ്റ്റത്തിനും ഡിഫറെന്റ് ഫോർമാറ്റ് ആയിരിക്കും ഉണ്ടാവുക. സോ സെൻഡ് ചെയ്യുന്ന ആളുടെ സെൻഡർ ഡിപെൻഡന്റ് ഫോർമാറ്റ് ആയിരിക്കും, അതിന് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് ഒരു കോമൺ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അടുത്ത ആൾക്ക് കിട്ടുമ്പോൾ റിസീവറിന് കിട്ടുന്നത് കോമൺ ഫോർമാറ്റിലാണ്. പക്ഷെ അത് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം?
ആ ആപ്ലിക്കേഷൻ അത് യൂസ് ചെയ്യണമെങ്കിൽ അവരുടെ ഫോമാറ്റിലേക്ക് അത് കിട്ടണം. അപ്പൊ റിസീവറിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫോമാറ്റിലേക്ക് കിട്ടണം. അപ്പൊ റിസീവർ എൻഡിൽ അതിനെ വീണ്ടും തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും ഇവരുടെ ഡ്യൂട്ടി തന്നെയാണ്. അതുപോലെ തന്നെ ഡാറ്റ ഈ ട്രാൻസ്മിഷന്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഹാക്കിംഗ് നമുക്ക് അറിയാലോ, നെറ്റ്വർക്സിൽ ഈവ്സ് ഡ്രോപ്പേഴ്സ് ഉണ്ട്. സോ അതൊന്നും ഇല്ലാതിരിക്കാൻ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ട് വേണം അയക്കാനായിട്ട്. ടു ക്യാരി സെൻസിറ്റീവ് ഇൻഫർമേഷൻ എ സിസ്റ്റം മസ്റ്റ് ബി ഏബിൾ ടു എൻഷുർ പ്രൈവസി. സോ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് എൻക്രിപ്ഷൻ ചെയ്യുന്നത്. എൻക്രിപ്ഷൻ മീൻസ് ദാറ്റ് ദ സെൻഡർ ട്രാൻസ്ഫോം ദ ഒറിജിനൽ ഇൻഫർമേഷൻ ടു അനദർ ഫോം, സെൻസ് ദ റിസൾട്ടിംഗ് മെസ്സേജ് ഔട്ട് ഓവർ ദ നെറ്റ്വർക്ക്. ഡീക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതിന്റെ റിവേഴ്സ് ഫോം, മെസ്സേജ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഫോം കൊണ്ടുവരുന്നു. കംപ്രഷൻ വലിയ ഡാറ്റാസ് ഒക്കെ ആയിരിക്കും, അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ കംപ്രസ് ചെയ്യും, റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് ബിറ്റ്സ്. അതാണ് കംപ്രഷനിൽ നടക്കുന്നത്. So data compression becomes particularly important in the transmission of multimedia, text, audio, അങ്ങനത്തെ വലിയ വലിയ ഫയൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡാറ്റ കംപ്രഷൻ നടത്തിയിട്ടാണ് കൊടുക്കുക. അതുപോലെ തന്നെ തിരിച്ചു കിട്ടുമ്പോൾ അതിനെ ഡീകംപ്രസ് ചെയ്യുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രസന്റേഷൻ ലെയറിന്റെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ ഇനി നമുക്ക് വേഗം അവസാനം ഇപ്പൊ കുറച്ച് സ്പീഡായിട്ടോ അപ്ലിക്കേഷൻ ലെയറും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കും. അപ്പൊ അപ്ലിക്കേഷൻ ലെയർ ആണ് എ വിൻഡോ ഫോർ യൂസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോസസ് ടു ആക്സസ് നെറ്റ്വർക്ക് സർവീസസ്. ഇപ്പൊ നമ്മളൊരു മെയിൽ ചെയ്യുന്ന നമ്മളിതൊന്നും അറിയുന്നില്ല, ഇതിന്റെ പുറകിൽ ഇത്രയും ലെയേഴ്സ് ഉണ്ടെന്നോ ഇത്രയും ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെന്നോ ഒന്നും അറിയുന്നില്ലല്ലോ. സോ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ലെയർ ആയിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. നമ്മളായിക്കോട്ടെ, യൂസർ ആയിക്കോട്ടെ, അതല്ല ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, ഐ മീൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഇന്ററാക്ട് ചെയ്യുന്ന ലെയർ അപ്ലിക്കേഷൻ ലെയർ ആണ്. സോ നെറ്റ്വർക്ക് സർവീസസ് എല്ലാം നമുക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്, ബേസിക്. സോ ഇറ്റ് പ്രൊവൈഡ്സ് യൂസർ ഇന്റർഫേസ് ആൻഡ് സപ്പോർട്ട് ഫോർ സർവീസസ് സച്ച് ആസ് ഇലക്ട്രോണിക് മെയിൽ, റിമോട്ട് ഫയൽ ആക്സസ് ആൻഡ് ട്രാൻസ്ഫർ, ഷെയർ ഡാറ്റാബേസ് മാനേജ്മെന്റ്, അതർ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻഫർമേഷൻ സർവീസ്. അങ്ങനെയുള്ള എല്ലാ സർവീസസും ഇതാണ് അപ്ലിക്കേഷൻ ലെയർ. ഇത് വെറുതെ എക്സാമ്പിൾസ് ആണ്, കുറച്ച് സർവീസസ്. അപ്പൊ യൂസർ അതിലൊരു സർവീസ് യൂസ് ചെയ്യുന്നു, ആ സർവീസ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ തിരിച്ച് നമുക്ക് എന്ത് ചെയ്തു, ആ നമ്മളുടെ സിസ്റ്റത്തിലെ തന്നെ ആ പെർട്ടിക്കുലർ പ്രോസസ്, ആ പെർട്ടിക്കുലർ സർവീസിലേക്ക്, ആ പെർട്ടിക്കുലർ ഫോമാറ്റിലേക്ക് ഡാറ്റ കിട്ടി യൂസറിന് കിട്ടുന്നു. So it handles issues such as network transparency, resource allocation. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ ലെയറിന്റെ കൺസേണിൽ വരുന്നത്. സോ ദ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് ദ നെറ്റ്വർക്ക് സർവീസസ് ടു ദ എൻഡ് യൂസർ. നെറ്റ്വർക്ക് സർവീസസ് എൻഡ് യൂസേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് അപ്ലിക്കേഷൻ ലെയറിന്റെ ഡ്യൂട്ടി. നെറ്റ്വർക്ക് വെർച്വൽ ടെർമിനൽ NVT നമുക്കറിയാലേ, റിമോട്ട് ആക്സസിംഗ് ഒക്കെ വരുന്നത് നെറ്റ്വർക്ക് വെർച്വൽ ടെർമിനലിലാണ്. സോ ദ നെറ്റ്വർക്ക് വെർച്വൽ ടെർമിനൽ ഇസ് എ സോഫ്റ്റ്വെയർ വേർഷൻ ഓഫ് എ ഫിസിക്കൽ ടെർമിനൽ. ഇറ്റ് അലൗസ് എ യൂസർ ടു ലോഗ് ഓൺ ടു എ റിമോട്ട് ഹോസ്റ്റ്. ഓക്കെ, ഫിസിക്കൽ, ഇപ്പൊ നമ്മളുടെ സിസ്റ്റം ഒരു ഫിസിക്കൽ ടെർമിനൽ ആണല്ലോ. സോ അതുപോലെ അതിന്റെ സോഫ്റ്റ്വെയർ വേർഷൻ ആണ് വെർച്വൽ ടെർമിനൽ എന്ന് പറയുമ്പോൾ, വെർച്വലി എന്ന് പറയുമ്പോൾ റിയൽ എക്സിസ്റ്റിംഗ് അല്ല അല്ലേ. സോ സോഫ്റ്റ്വെയർ വേർഷൻ ആണ് നെറ്റ്വർക്ക് വെർച്വൽ ടെർമിനൽ എന്ന് പറയുന്നത്. ആ ഒരു നെറ്റ്വർക്ക് വെർച്വൽ ടെർമിനൽ വെച്ചിട്ട് റിമോട്ട് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മളുടെ സിസ്റ്റത്തിൽ നമുക്ക് ടീം വ്യൂവർ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഐ മീൻ റിമോട്ട് ആക്സസിങ് നമുക്കറിയാം. സോ ഫിസിക്കലി പ്രസന്റ് അല്ലാത്ത ഒരാള് നമ്മളുടെ സിസ്റ്റം ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മളുടെ സിസ്റ്റത്തിനെ ഒരു സോഫ്റ്റ്വെയർ ടെർമിനൽ, സോഫ്റ്റ്വെയറിലെ ഒരു വെർച്വൽ ടെർമിനലായിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ വെർച്വൽ ടെർമിനലിലേക്ക് ഒരു എക്സ്റ്റേണൽ ആൾക്ക് ഒരു ആക്സസ് കിട്ടുന്നു. ദെൻ നമുക്ക് ഒരു റിമോട്ട് ഹോസ്റ്റിന് സിസ്റ്റത്തിലേക്ക് ലോഗ് ഓൺ ചെയ്യാൻ പറ്റുന്നു, ആ സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഇതെല്ലാം ആപ്ലിക്കേഷൻ ലെയറിന്റെ സർവീസ് ആണ്. So to do so, the application layer creates a software emulation of terminal at the remote host. The user's computer talks to the software terminal, which in turn talks to the host, and vice versa. So the remote host believes it is communicating with one of its own terminal and allows the user to log in. Okay. ദെൻ അടുത്തത്, അപ്പോൾ വെർച്വൽ ടെർമിനൽ കൊടുക്കാം, റിമോട്ട് ആക്സസിംഗ് കൊടുക്കാം. ഇതെല്ലാം ആപ്ലിക്കേഷൻ ലെയറിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അതുപോലെ അടുത്ത ഫംഗ്ഷൻ ഫയൽ ട്രാൻസ്ഫർ ആണ്. ഫയൽ ട്രാൻസ്ഫർ, ആക്സസ്, മാനേജ്മെന്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുന്നത് ആപ്ലിക്കേഷൻ ലെയറിലാണ്. സോ അലൗസ് എ യൂസർ ടു ആക്സസ് ഫയൽസ് ഇൻ എ റിമോട്ട് ഹോസ്റ്റ്. അപ്പോൾ ഒരു റിമോട്ട് ഹോസ്റ്റിലുള്ള ഫയൽസ് ആക്സസ് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാം, റീഡ് ചെയ്യാം. അതല്ലെങ്കിൽ റിട്രീവ് ഫയൽസ് ഫ്രം എ റിമോട്ട് കമ്പ്യൂട്ടർ ഫോർ യൂസ് ഇൻ ലോക്കൽ കമ്പ്യൂട്ടർ. നമ്മുടെ ഡൗൺലോഡിങ്ങും ഫയൽ അപ്ലോഡിങ്ങും ഇതെല്ലാം നടക്കുന്നത്, അതായത് FTP എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സോ ഈ പ്രോട്ടോകോൾ അപ്ലൈ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെയറിലാണ്. അതുപോലെ നമ്മുടെ HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉണ്ടല്ലോ, SMTP, മെയിലിന്റെ പ്രോട്ടോകോൾ വരുന്നത്, മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ വരുന്നത്, ഇതെല്ലാം ഇങ്ങനത്തെ എല്ലാ പ്രോട്ടോകോൾസും വരുന്നത് ആപ്ലിക്കേഷൻ ലെയറിലാണ്.
So to retrieve files from a remote computer for use in the local computer to manage or control files. Then mail service, ഞാൻ already പറഞ്ഞു. Mail services, this provides the basis for email forwarding and storage. Directory services, distributed databases sources ആണെങ്കിൽ അവരുടെ ഡയറക്ടറി ഗ്ലോബൽ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുക, ദെൻ മാനേജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും ഡയറക്ടറി സർവീസസും അപ്ലിക്കേഷൻ ലെയറിന്റെ ഫങ്ഷൻസ് ആണ്. അപ്പം ബേസിക് ആയിട്ട് വരുന്ന 3 ഫങ്ഷൻസ് ഇതൊക്കെയാണ് കേട്ടോ. വെർച്വൽ ടെർമിനലും, ഫയൽ ട്രാൻസ്ഫർ, മെയിൽ സർവീസസ്, ഡയറക്ടറി സർവീസസ്. ഇനി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ ഒരു ചെറിയൊരു ഐഡിയ. സോ ഫിസിക്കൽ ലെയറിൽ മെയിൻ ആയിട്ട് പറഞ്ഞു ട്രാൻസ്മിറ്റ്സ് ബിറ്റ്സ് ഓവർ എ മീഡിയം അല്ലെ, ടു പ്രൊവൈഡ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷൻസ് ആണ്. ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറയുമ്പോൾ ഈ ബിറ്റ്സിനെ ഒക്കെ ഫ്രെയിം ആക്കി ഓർഗനൈസ് ചെയ്തു, ഹോപ്പ് ടു ഹോപ്പ് അല്ലെങ്കിൽ നോട്ട് ടു നോട്ട് ഡെലിവറി എന്ന് പറയാം. നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുമ്പോൾ പാക്കറ്റ്സ് ആണ്, അവരെ സോഴ്സ് ടു ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഇന്റർ നെറ്റ്വർക്കിംഗ്, അപ്പൊ ഇവിടെ വരെ സെയിം നെറ്റ്വർക്ക് സെയിം ലിങ്കിലാണ് ഈ 2 ലെയർ പറയാം. ഇന്റർ നെറ്റ്വർക്കിംഗ് വരുമ്പോൾ നെറ്റ്വർക്ക് ലെയറിലുള്ളവർക്ക് വേണം. അപ്പൊ ഇത് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ എത്തിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ലെയർ പ്രോസസ് ടു പ്രോസസ് മെസ്സേജ് ഡെലിവറി ആണ്, അതുപോലെ എറർ റിക്കവറിയും. ദെൻ ഇനി കമ്മ്യൂണിക്കേറ്റിംഗ് സിംപ്ലെക്സ് അല്ലാത്ത ഹാഫ് ഡ്യൂപ്ലെക്സോ ഡ്യൂപ്ലെക്സോ ആയിട്ടുള്ള ഡിവൈസസിന്റെ കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ അവിടെ സെഷൻ ലെയറിന്റെ ഡ്യൂട്ടിയാണ് to establish, manage and terminate sessions. Then അത് ഇനി പ്രസന്റബിൾ ഫോർമാറ്റിലേക്ക് യൂസറിന്റെ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോർമാറ്റിലേക്ക് മാറ്റണം, എൻക്രിപ്റ്റ് ചെയ്യാം, ഡീക്രിപ്റ്റ് ചെയ്യാം, കംപ്രസ് ചെയ്യാം, അതെല്ലാം ചെയ്യുന്നത് പ്രസന്റേഷൻ ലെയർ ആണ്. ആപ്ലിക്കേഷൻ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലെയർ, ടു അലോ ആക്സസ് ടു നെറ്റ്വർക്ക് റിസോഴ്സസ് ലൈക്ക് അതിൽ ഇമെയിൽ സർവീസസ് ആയിരിക്കാം, ഡയറക്ടറി സർവീസസ് ആയിരിക്കാം, അങ്ങനെയുള്ള എല്ലാ സർവീസസും കൊടുക്കുന്ന യൂസർ ആക്സസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ട്. ഓക്കെ, സോ ഇത്രയാണ് OSI മോഡൽ, അതിലെ ഡിഫറെന്റ് ലെയേഴ്സ്. അപ്പൊ അത്യാവശ്യം വലിയൊരു ക്ലാസ് ആയിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു 5 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ ഫസ്റ്റ് സ്ലൈഡ് വെച്ച് പഠിച്ചു പോവുക, ലാസ്റ്റത്തെ ഒരു സമ്മറിയും പഠിച്ചു പോവുക. അല്ല ഓരോ ഫംഗ്ഷൻസും നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഫംഗ്ഷന്റെ പേരെങ്കിലും, ഇപ്പൊ ഡാറ്റ ലിങ്ക് ലെയർ ആണെങ്കിൽ ഫ്രെയിമിങ്, ഫിസിക്കൽ അഡ്രസ്സിങ്, അങ്ങനെ ആ പേരെങ്കിലും, എറർ കൺട്രോൾ, ഫ്ലോ കൺട്രോൾ അത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഓരോ ലെയറിന്റെയും അസോസിയേറ്റ് ആയിട്ടുള്ള ആ ഫംഗ്ഷൻസിന്റെ പേരെങ്കിലും മനസ്സിലാക്കി വെക്കുക. So that's all for today. Thank you.